ശേഷമുള്ളവർ നിൽക്ക, ഏലിയാവ് അവനെ രക്ഷിപ്പാൻ വരുമോ എന്ന് നോക്കാം എന്ന് പറഞ്ഞു. യേശു പിന്നെയും ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു. അപ്പോൾ മന്ദിരത്തിലെ തിരശ്ശീല മേൽതൊട്ട് അടിയോളം രണ്ടായി ചിന്തിപ്പോയി. 51 മുതൽ മത്തായി സുവിശേഷം 27 അധ്യായം, സ്തോത്രം, അതിൻ്റെ 46 മുതൽ 54 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. മത്തായി സുവിശേഷം 27 അധ്യായം 46 മുതൽ 54 വരെയുള്ള വാക്യങ്ങൾ. ഏകദേശം 9 മണി നേരത്ത് യേശു എലി എലി ലമ്മ ശബക്താനി എന്ന് ഉറക്കെ നിലവിളിച്ചു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് അർത്ഥം. അവിടെ നിന്നിരുന്നവരിൽ ചിലർ അത് കേട്ടിട്ട് അവൻ ഏലിയാവെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവരിൽ ഒരുത്തൻ ഓടി ഒരു സ്പോങ് എടുത്ത് പുളിച്ച വീഞ്ഞ് നിറച്ച് ഓടത്തണ്ടിമേൽ ആക്കി അവന് കുടിപ്പാൻ കൊടുത്തു. ശേഷമുള്ളവർ നിൽക്ക, ഏലിയാവ് അവനെ രക്ഷിപ്പാൻ വരുമോ എന്ന് നോക്കാം എന്ന് പറഞ്ഞു. യേശു പിന്നെയും ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു. അപ്പോൾ മന്ദിരത്തിലെ തിരശ്ശീല മേൽതൊട്ട് അടിയോളം രണ്ടായി ചിന്തിപ്പോയി. 51 മുതൽ എല്ലാവരും വായിച്ചേ. അപ്പോൾ മന്ദിരത്തിലെ തിരശ്ശീല മേൽതൊട്ട് അടിയോളം രണ്ടായി ചിന്തിപ്പോയി. പിന്നെ ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു. നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റു. അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശേഷം കല്ലറകൾ വിട്ടു വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷമായി. ശതാധിപനും അവനോടുകൂടെ യേശുവിനെ കാത്തുനിന്നവരും ഭൂകമ്പം മുതലായി സംഭവിച്ചത് കണ്ടിട്ട് അവൻ ദൈവപുത്രൻ ആയിരുന്നു സത്യം എന്ന് പറഞ്ഞ് ഏറ്റവും ഭയപ്പെട്ടു. ക്രൂശിലെ 7 അത്ഭുതങ്ങൾ, അതാണ് നാം ധ്യാനിപ്പാൻ വേണ്ടി പോകുന്നത്. 7 miracles at the cross. ക്രൂശിൽ യേശു കർത്താവ് മരിച്ചപ്പോൾ സംഭവിച്ച 7 അത്ഭുതങ്ങൾ നമുക്കറിയാം. നമുക്കാരും പറഞ്ഞു തരാതെ തന്നെ അറിയാം. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ആമേൻ. ദൈവത്തിൽ നിന്ന് ഒരത്ഭുതമെങ്കിലും പ്രാപിച്ചിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിക്കേ. ഓ കമോൺ, വെതയല്ല ഞാൻ നിൽക്കതേ. സ്തോത്രം. ഒട്ടനവധിയായ നന്മകളും വിടുതലുകളും അത്ഭുതങ്ങളും നമ്മൾ പ്രാപിച്ചിട്ടുണ്ട്. കാരണം ദൈവം പറഞ്ഞു, ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എന്നാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നു, അവൻ ഏകനായി മഹാ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ്. ഏകനായി. ദൈവത്തിന് ആരുടെയും സപ്പോർട്ട് വേണ്ട, ദൈവത്തിൻ്റെ ദൂതന്മാരുടെ കൂട്ട് വേണ്ട. അവൻ ഏകനായി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ്. ദൈവം ഒരിക്കലും രാവിലെ എഴുന്നേറ്റ്, ഗുഡ് മോർണിംഗ് ഗബ്രിയലെ, ഇന്ന് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എൻ്റെ കൂടെ നീ ആക്റ്റീവായി നടക്കണം. ദൈവം ദൂതന്മാരുടെ സഹായം ചോദിക്കത്തില്ല. സ്തോത്രം. അഫ്കോഴ്സ് ദൈവത്തിന് ദൂതന്മാരുണ്ട്. ദൂതന്മാരെ അയച്ച് ദൈവം പ്രവർത്തിക്കുന്നു. ദൂതന്മാർ ദൈവത്തിൻ്റെ സേവക ആത്മാക്കളാണ്. എന്നാൽ സ്തോത്രം, ദൈവം ആരുടെയും സ്തോത്രം സഹായം ചോദിക്കാതെ അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യാതെ, അതാണ് കറക്റ്റ് വേർഡ്, ആരിലും ദൈവം ആശ്രയിക്കാതെ ഏകനായി ദൈവം അത്ഭുതം ചെയ്യുന്നവനാണ്. സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ഇന്നും സ്തോത്രം. അതെ, നിനക്ക് ഇഷ്ടപ്പെട്ടാലും ശരി ഇല്ലെങ്കിലും ശരി, ദൈവം വിചാരിച്ചാൽ ഒരു അത്ഭുതം ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. കാരണം ബൈബിൾ അത് അത്ഭുതങ്ങളുടെ പുസ്തകമാണ്. സ്തോത്രം. അതെ, ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. പഴയ നിയമത്തിൽ നമുക്കറിയാം ഒട്ടനവധിയായ അത്ഭുതങ്ങൾ കർത്താവ് പ്രവാചകന്മാരിലൂടെയും ന്യായാധിപന്മാരിലൂടെയും രാജാക്കന്മാരുടെ കാലത്തും ഒക്കെ ചെയ്യുകയുണ്ടായി. എന്നാൽ മാനവ ചരിത്രത്തിലെ ഏറ്റവും വലിയ 2 അത്ഭുതങ്ങൾ പറയട്ടെ. ഒന്ന്, യേശു കർത്താവിൻ്റെ കന്യകാ ജനനം. കർത്താവ് യേശുവിൻ്റെ കന്യകാ ജനനം. താങ്ക്സ് മക്കളെ. സ്തോത്രം. യേശു കർത്താവിൻ്റെ കന്യകാ ജനനം. അങ്ങനെ ജനിച്ചവരായി ഈ ലോകത്തിൽ ആരും ഇല്ല. സ്തോത്രം. അതുകൊണ്ട് യേശുവിൻ്റെ കന്യകാ ജനനം അതൊരു അത്ഭുതമായിരുന്നു.
ബുദ്ധിയുള്ളവർ പറയും, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കുമോ? നോ, ഒരിക്കലും നടക്കത്തില്ല. കന്യകയ്ക്ക് ഒരിക്കലും ഗർഭിണിയാകുവാൻ കഴിയത്തില്ല. എന്നാൽ കർത്താവിൻ്റെ ജനനത്തിൽ അത് സംഭവിക്കുകയുണ്ടായി. കന്യകയുടെ ഗർഭത്തിൽ ഭൂജാതനായവന് ആരുടെ ഹൃദയത്തിലും ആരുടെ തറവാട്ടിലും ഇന്നും ജനിപ്പാൻ തക്കണം കഴിയും. കാരണം അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. സോ യേശുവിൻ്റെ ജനനം ഒരത്ഭുതമായിരുന്നു. അതുപോലെ കർത്താവ് യേശുവിൻ്റെ ജീവിതവും അത്ഭുതമായിരുന്നു. പ്രത്യേകമായി യേശുവിൻ്റെ ശുശ്രൂഷയും അത്ഭുതമായിരുന്നു. യേശു കർത്താവിൻ്റെ ശുശ്രൂഷ 5 പോയിന്റ് 7 പോയിന്റ് തള്ളുന്ന പരിപാടി അല്ലായിരുന്നു യേശുവിൻ്റെ ശുശ്രൂഷ. പകരം കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ഡെയിലി അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. ഇങ്ങനെയാണ് യോഹന്നാൻ 6:1 പറയുന്നത്, അവൻ ചെയ്യുന്ന അത്ഭുതങ്ങളെ കണ്ടിട്ട് വലിയൊരു പുരുഷാരം യേശുവിൻ്റെ പിന്നാലെ കടന്നുപോയി. ബദലേജി ആമേൻ പറഞ്ഞാടെ. 70% യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ വേള 70% 70% സൗഖ്യവും വിടുതലുമായിരുന്നു. 70% യേശു കർത്താവിൻ്റെ ശുശ്രൂഷ സൗഖ്യവും വിടുതലും ആയിരുന്നു. സോ യേശുവിൻ്റെ ജീവിതം എന്തായിരുന്നു? അത്ഭുതമായിരുന്നു. യേശുവിൻ്റെ ജനനം അത്ഭുതമായിരുന്നു. 2, യേശു കർത്താവിൻ്റെ ജീവിതവും അത്ഭുതമായിരുന്നു. എന്നാൽ ഇവിടെ നമ്മൾ വായിച്ചു കേട്ടതായ ഈ വേദഭാഗത്തിൽ കർത്താവിൻ്റെ മരണത്തിലും ഒരു അത്ഭുതങ്ങൾ നടക്കുകയാണ്. യേശുവിൻ്റെ മരണവും അത്ഭുതമായിരുന്നു. അതെ, അത് ഏതോ ഒരു കോയിൻസിഡൻ്റ് അല്ല, ഏതോ ഒരു ആകസ്മികമായി സ്തോത്രം അങ്ങ് സംഭവിച്ച് പോയ ഒരു കാര്യം അല്ല. പകരം അത് ദൈവത്തിൻ്റെ മാസ്റ്റർ പ്ലാനാണ്. യേശു സ്തോത്രം ഈ ലോകത്തിൽ ജനിച്ചത് മുൻകൂട്ടി പ്രവാചകന്മാർ സ്തോത്രം അതേ പ്രവചിക്കുകയുണ്ടായി. യേശു കർത്താവ് എവിടെ ജനിക്കും? യേശു കർത്താവ് എങ്ങനെ ജനിക്കും? യേശു കർത്താവ് എന്ത് കഴിച്ച് വളരും? യേശുവിൻ്റെ ജീവിതം എങ്ങനെ ആയിരിക്കും? യേശുവിൻ്റെ മേൽ കടന്നു വരുന്ന അഭിഷേകം ഏത് രീതിയിലായിരിക്കും? അവൻ്റെ ശുശ്രൂഷയുടെ ഔട്ട്പുട്ട് എന്തായിരിക്കും? എന്നിങ്ങനെ ഒരു മാലയിൽ കല്ല കോർക്കുന്നത് പോലെ പ്രവാചകന്മാർ ആയിരക്കണക്കിന് പ്രവചനങ്ങൾ പറഞ്ഞതുപോലെയായിരുന്നു യേശുവിൻ്റെ ജനനവും ജീവിതവും എന്നതുപോലെ യേശു കർത്താവിൻ്റെ മരണവും സ്തോത്രം ഏതോ ആകസ്മികമായി സംഭവിച്ചതായ ഒരു കാര്യം അല്ല. എക്സാക്ട്ലി യെശയ്യാവ് ഉൾപ്പെടെ ഉള്ളതായ പ്രവാചകന്മാർ പറഞ്ഞതുപോലെ തന്നെ നടന്നു. അയ്യോ, അവൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നിങ്ങളുടെ കാര്യത്തിലും എൻ്റെ കാര്യത്തിലും സ്തോത്രം ദൈവം അറിയാതെ ഒന്നും നടക്കുന്നില്ല. സ്തോത്രം ദൈവത്തിൻ്റെ പ്ലാനിൻ പ്രകാരമേ സകലതും നടക്കത്തുള്ളൂ. കാരണം നിങ്ങളുടെ തലയിലെ രോമങ്ങൾ പോലും കർത്താവ് എണ്ണി അറിഞ്ഞിരിക്കുന്നവനാണ്. സ്തോത്രം നോക്കണമേ. അങ്ങനെ യേശുവിൻ്റെ മരണം സ്തോത്രം അതെ ദൈവത്തിൻ്റെ കൃപയാൽ പ്രവാചകന്മാർ പറഞ്ഞ വിധത്തിൽ തന്നെ കർത്താവ് യേശു ക്രിസ്തു ക്രൂശിന്മേൽ മരിക്കുകയാണ്. യേശു കർത്താവ് ക്രൂശിന്മേൽ മരിക്കുമ്പോൾ ചില കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നതായി മത്തായി സുവിശേഷകൻ പറയുകയാണ്. സ്തോത്രം അതെ, പലരും വേദപുസ്തകത്തിൻ്റെ പേജുകൾ നമ്മൾ വായിച്ചു പോകുമ്പോൾ പലരും മരിച്ചിട്ടുണ്ട്. അബ്രഹാം മരിച്ചപ്പോൾ എന്തെങ്കിലും നടന്നോ? നോ, ഞാനവിടെ ഒന്നും കണ്ടില്ല. സ്തോത്രം ഇസഹാക്കാകട്ടെ, യാക്കോബാകട്ടെ, യോസെഫ് ആകട്ടെ, പ്രവാചക ശ്രേഷ്ഠന്മാരിൽ ഏറ്റവും 2ാം സ്ഥാനത്ത് നിൽക്കുന്ന മോശയാകട്ടെ, ചക്രവർത്തിമാരിൽ ഏറ്റവും ഉന്നതനായി നിൽക്കുന്നതായ ദാവീദാകട്ടെ, അവരൊക്കെ മരിച്ചപ്പോൾ അപ്പുറത്തിരുന്ന ഈച്ച പോലും പറന്നതായി ബൈബിൾ പറയുന്നതേ ഇല്ല. എന്നാൽ പ്രകൃതിക്കും പ്രപഞ്ചത്തിൻ്റെയും ഉടമസ്ഥനായ ദൈവം, സകല ചരാചരങ്ങൾക്കും നിങ്ങൾക്കും എനിക്കും ജീവന നൽകിയവനായ ദൈവം ജീവന നൽകിയപ്പോൾ സൂപ്പർ നാച്ചുറലായ ചില കാര്യങ്ങൾ, പ്രകൃത്യാതീതമായ കാര്യങ്ങൾ, ആ പദം ഞാൻ അണ്ടർലൈൻ ചെയ്യുന്നു, പ്രകൃത്യാതീതമായ കാര്യങ്ങൾ ദൈവത്തിൻ്റെ കൃപയാൽ സംഭവിക്കുകയുണ്ടായി. എത്ര വിശ്വാസികളുണ്ട്? കരങ്ങൾ ഉയർത്തുക. വിശ്വാസികളാണോ? നിങ്ങളുടെ ലൈഫ് നാച്ചുറൽ അല്ല, നിങ്ങളുടെ ലൈഫ് സൂപ്പർ നാച്ചുറൽ ആണ്. വിശ്വാസികളാണോ? നിങ്ങളുടെ വീട്ടിൽ ഓരോ കാര്യം നടക്കുന്നതും സൂപ്പർ നാച്ചുറൽ ആണ്. സ്തോത്രം അങ്ങേതിലും ഇങ്ങേതിലും നടക്കുന്നതായ അവിശ്വാസിയുടെ വീട്ടിൽ നടക്കുന്നത് പോലെയല്ല നിങ്ങളുടെ കാര്യങ്ങൾ നടക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന സകലതും അത്ഭുതമായിരിക്കും, സൂപ്പർ നാച്ചുറൽ ആയിരിക്കും. യേശു കർത്താവ് മരിക്കുമ്പോഴും ഇവിടെ ഇതാ പ്രകൃത്യാതീതമായ പല കാര്യങ്ങൾ സംഭവിക്കുന്നതായി തിരുവചനം പറയുകയാണ്. ഒന്നാമതായി 7 കാര്യങ്ങൾ ഞാൻ പറയട്ടെ. സ്തോത്രം എവിടെയാണോ 7 എന്ന സംഖ്യ നിങ്ങൾ കാണുന്നത്, മനസ്സിലാക്കണം, അത് ഡിവിനിറ്റി
ഡിവിനിറ്റിയെ, ദൈവിക സ്തോത്രം പെർഫെക്ഷനെ അത് കുറിക്കുകയാണ്. സ്തോത്രം. എവിടെയാണോ കർത്താവായ അതെ കർത്താവിൻ്റെ ദൈവിക പദ്ധതികളെ നിങ്ങൾക്ക് കാണുവാൻ തക്കണം കഴിയുന്നത്, അവിടെ സ്തോത്രം 7 എന്ന് പറയുന്ന ഒരു പദം കോമൺലി ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നു. ദൈവം ആയ ബന്ധപ്പെട്ടിട്ടുള്ള, ഞാൻ ആവർത്തിക്കുന്നു, ദൈവവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായ എല്ലാ സ്ഥലത്തും 7 കോമണായി സ്തോത്രം അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. യോഹന്നാൻ സുവിശേഷത്തിൽ യേശു കർത്താവ് ദൈവപുത്രൻ എന്നാണ് സ്തോത്രം പരിചയപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് 7 ഏഴുകളെ കാണുവാൻ തക്കണം കഴിയും. ഇവിടെ ഇതാ മാനവജാതിക്ക് വേണ്ടി ദൈവപുത്രനാകുന്ന യേശു നമുക്കായി ജീവന നൽകുന്നതായ സമയത്ത് 7 അത്ഭുതങ്ങളാണ് ദൈവത്തിന്റെ കൃപയാൽ സ്തോത്രം സംഭവിക്കുന്നത്. ഒന്നാമതായി തിരുവചനം പറയുന്നു, മന്ദിരത്തിലെ തിരശീല താഴെ നിന്ന് മേലോട്ടല്ല, പകരം എങ്ങനെയാണ്? മന്ദിരത്തിലെ തിരശീല മേലെ നിന്ന് താഴേക്ക് സ്തോത്രം ചീന്തപ്പെട്ടു. അതൊരു അത്ഭുതമാണ്. മന്ദിരത്തിലെ തിരശ്ശീല എന്ന് പറയുമ്പോൾ നമ്മുടെ ഡോറിലും വിൻഡോയിലും കിടക്കുന്ന ചെറിയ കർട്ടൻ അല്ല നിങ്ങൾ കാണേണ്ടത്. അതിൻ്റെ തിക്നെസ് എന്തെന്ന് ബൈബിൾ പറയുന്നില്ല. സ്തോത്രം. യഹൂദ തൽമൂദുകൾ പറയുന്നുണ്ട്, യഹൂദ ചരിത്ര പുസ്തകങ്ങൾ ചിലത് പറയുന്നുണ്ട്. സ്തോത്രം. അതെ, 4 ഇഞ്ച് വരെ അതിന് കട്ടിയുണ്ടായിരുന്നു എന്ന്. അതിന് 30 അടി ഉയരമുണ്ടായിരുന്നു, 30 അടി വീതിയുമുണ്ടായിരുന്നു. സ്തോത്രം. ഈ തിരശ്ശീലയുടെ സ്ഥാനം എവിടെയാണ്? ശ്രദ്ധിക്ക്. പ്രാകാരത്തിലല്ല, വിശുദ്ധ സ്ഥലത്തിനും അതിപരിശുദ്ധ സ്ഥലത്തിനും മധ്യത്തിലാണ് ഈ തിരശ്ശീല കിടന്നിരുന്നത്. സ്തോത്രം. പണ്ട് മോശയായിരുന്നു ഈ തിരശ്ശീല ഉണ്ടാക്കിയിട്ടത്. എന്നാൽ സ്തോത്രം, ഈ ചീന്തപ്പെട്ടതായ തിരശ്ശീല എന്ന് പറയുന്നത് അത് ബാബിലോണിയ തിരശ്ശീല എന്നാണ് സ്തോത്രം ജോസീഫസ് പറയുന്നത്. ഒരുപക്ഷേ പ്രവാസത്തിൽ നിന്ന്, ബാബിലോണിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ അവർ കൊണ്ടുവന്നതായ ഒരു തിരശ്ശീലയായിരിക്കാം. സ്തോത്രം. എന്താണെങ്കിലും മനുഷ്യൻ ഉണ്ടാക്കി വെച്ചതായ, അല്ലെങ്കിൽ മനുഷ്യൻ ഫിക്സ് ചെയ്തതായ അതിനെ ദൈവം സ്തോത്രം ചീന്തിക്കളഞ്ഞു. അഫ്കോഴ്സ് അതിന് വലിയൊരു ആത്മീയാർത്ഥമുണ്ട് ആ തിരശ്ശീലയ്ക്ക്. സ്തോത്രം. അത് വലിയൊരു ആത്മീയാർത്ഥമുണ്ട്. സ്തോത്രം. മനുഷ്യൻ അവിടെ തൂക്കി എന്ന് ഞാൻ പറഞ്ഞത്, മനുഷ്യൻ അവിടെ തൂക്കി എന്ന് പറയുന്നത് ദേവാലയത്തിന്റെ പുനഃക്രമീകരണത്തിന് ശേഷം ബാബിലോണിയ തിരശ്ശീല അവർ അവിടെ തൂക്കിയതായിരിക്കാം. പക്ഷേ ആ തിരശ്ശീലയ്ക്ക് ഒരു അർത്ഥമുണ്ട്. വാട്ട്സ് ദ മീനിങ്? ആ തിരശ്ശീലയുടെ, ആ കർട്ടന്റെ മീനിങ് എന്താണ്? ദൈവത്തിന്റെ വചനം പറയുന്നു, ആ തിരശ്ശീല യേശു കർത്താവിന്റെ ശരീരത്തെയാണ് കുറിക്കുന്നത്. എബ്രായ ലേഖനത്തിൽ നിങ്ങൾക്ക് വായിപ്പാൻ തക്കണം കഴിയുന്നു, ദേഹം എന്ന തിരശ്ശീല. എബ്രായ ലേഖനം 10-ാം അധ്യായം 19 മുതൽ 22 വരെ വായിക്കുമ്പോൾ സ്തോത്രം, ദേഹം എന്ന തിരശ്ശീല. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, എന്തോ തിരശ്ശീല? ദേഹം എന്ന തിരശ്ശീല. അർത്ഥം, 2000 വർഷങ്ങൾക്ക് മുമ്പ് ആത്മാവാം ദൈവം വേഷത്തിൽ മനുഷ്യനായി ഈ ലോകത്തിൽ കടന്നു വന്നപ്പോൾ സ്തോത്രം അവന് ജഡത്തിൽ വെളിപ്പെട്ടു. അവൻ ജഡത്തിൽ വെളിപ്പെട്ടപ്പോൾ ജഡത്തിൽ വെളിപ്പെട്ട കർത്താവിൻ്റെ ദേഹം എന്ന തിരശ്ശീല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ആ കർത്താവ് ജഡത്തിൽ വെളിപ്പെട്ടപ്പോൾ അവൻ സ്തോത്രം സൗന്ദര്യമുള്ളവനായിട്ടായിരുന്നു ഈ ലോകത്തിൽ കടന്നു വന്നത്. കാരണം നിങ്ങൾ ആരാധിക്കുന്ന കർത്താവ്, ഞാനിന്ന് പകൽ പ്രസംഗിക്കുന്ന ദൈവം, അവൻ വിരൂപനല്ല, അവൻ അപൂർണനല്ല, പകരം അവൻ സൗന്ദര്യത്തിന്റെ ഇരിപ്പിടമാണ്. സൗന്ദര്യം കാണണമോ? ടി വി ഓൺ ചെയ്ത് ഹോളിവുഡിലേക്കും ബോളിവുഡിലേക്കും അല്ല നോക്കേണ്ടത്. സൗന്ദര്യം കാണണമോ? പുസ്തകത്തിലേക്ക് നോക്കിയാട്ടെ. വേദപുസ്തകം പറയുന്നു, ഗോഡ് ഓൾ ടുഗദർ ബ്യൂട്ടിഫുൾ. ദൈവം സർവാംഗ സുന്ദരനത്രേ. ഒരിക്കൽ കൂടെ, ദൈവം സർവാംഗ സുന്ദരനത്രേ. സുന്ദരനായ ഒരു ദൈവത്തെ ആരാധിപ്പാൻ, സുന്ദരനായ ഒരു ദൈവത്തെ സേവിപ്പാൻ, സൗന്ദര്യത്തിന്റെ ഇരിപ്പിടമാകുന്ന കർത്താവിനെ സേവിപ്പാൻ, സ്നേഹിപ്പാൻ, ആരാധിപ്പാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വിലയേറിയ ഭാഗ്യത്തിനായി സ്തോത്രം. എന്റെ ദൈവം അപൂർണനല്ല, എന്റെ ദൈവം 1.5 കൈയും 1.5 കൊമ്പും ഉള്ളവനല്ല. ഗോഡ് ഓൾ ടുഗദർ ബ്യൂട്ടിഫുൾ. അവൻ സർവാംഗ സുന്ദരനാണ്. താഴ്വരയിലെ താമര പൂവിനെ പോലെ 10,000ങ്ങളിൽ അതിസുന്ദരനായ കർത്താവ്. സ്തോത്രം. അതേ, ഷാരോണിലെ ലില്ലി പുഷ്പം പോലെ സൗന്ദര്യവാനായ കർത്താവ്, സൗന്ദര്യത്തിന്റെ ദൈവം. ഇന്ന് പകൽക്കാലം ജീവിതം വിരൂപമായ ആരെങ്കിലും എന്നെ കേൾക്കുന്നു എങ്കിൽ, എന്തെങ്കിലും വിഷയം നിന്നെ വിരൂപമാക്കിയെങ്കിൽ, ആരെങ്കിലും നിന്നെ അലങ്കോലമാക്കി, തമിഴിൽ പറഞ്ഞാൽ അലങ്കോലമാക്കി, വിരൂപമാക്കിയെങ്കിൽ, സ്തോത്രം, മനുഷ്യൻ തൊട്ടും മനുഷ്യൻ തകർത്തും വിരൂപമായെങ്കിൽ, ആണിപ്പഴുത്തുള്ള കർത്താവിന്റെ കരത്താൽ വിരൂപതകൾ മാറിപ്പോകും. അലങ്കോലമായി കിടക്കുന്ന സകലതും യേശുവിന്റെ നാമത്തിൽ അലങ്കാരമായി തീരട്ടെ.
യേശുവിന്റെ നാമത്തിൽ. കാരണം സ്തോത്രം, കർത്താവ് അവൻ സ്തോത്രം സൗന്ദര്യത്തിന്റെ ദൈവമാണ്. ജോസിഫസ് വീണ്ടും പറയുന്നു, യേശു കർത്താവ് ഈ ലോകത്തിൽ നടന്നതായ സമയത്ത് അവന്റെ അധരവും മൂക്കും ഒക്കെ വർണ്ണിപ്പാൻ വാക്കുകളില്ലെന്ന്. സ്തോത്രം. അങ്ങനെ ഇന്ന് നിങ്ങൾക്ക് കാണുവാൻ കഴിയും ജോസിഫസ് എന്ന ചരിത്രകാരൻ എന്താണ് കർത്താവിനെ കുറിച്ച് പറഞ്ഞതെന്ന്. വേദപുസ്തകം അങ്ങനെ പറയുന്നു, അവൻ സൗന്ദര്യത്തിന്റെ കർത്താവ്. അതാണ് ആ തിരശീല. ആ തിരശീലയിലേക്ക് വന്നാട്ടെ, അതിന്റെ തിക്നെസ് എന്തെന്ന് നമുക്ക് കൃത്യമായി പറയാൻ തക്കോണം കഴിയത്തില്ല. ചരിത്രം പറയുന്നതല്ലോ സത്യം. ചരിത്രം മാറ്റി എഴുതിയിട്ടുണ്ട്. എന്നാൽ അപ്ഡേറ്റ് ചെയ്യാൻ ആവശ്യമില്ലാത്ത ഒരേ ഒരു പുസ്തകമേ ഉള്ളൂ, അതാണ് വിശുദ്ധ വേദപുസ്തകം. മാറ്റി എഴുതേണ്ട ആവശ്യമില്ല. ചരിത്രം മാറ്റി എഴുതിയിട്ടുണ്ട്, ബൈബിൾ ഒരിക്കലും മാറ്റി എഴുതേണ്ട കാര്യമില്ല. സ്തോത്രം. അതുകൊണ്ട് വേദപുസ്തകം നോക്കുമ്പോൾ അതിൻ്റെ തിക്നെസ്, ആ തിരശ്ശീല തിക്നെസ് നമുക്കറിയത്തില്ല. പക്ഷേ അതിൻ്റെ 4 കളർ നിങ്ങൾക്ക് സ്തോത്രം കാണുവാൻ തൊക്കെ കഴിയും. തിരശ്ശീല മാത്രമായിരുന്നു എൻ്റെ സബ്ജക്റ്റ് എങ്കിൽ ആ 4 കളറ് വളരെ നന്നായി നിന്ന് നമുക്ക് വ്യാഖ്യാനിക്കാമായിരുന്നു. എന്നാൽ പുറപ്പാട് പുസ്തകം 26-ാം അധ്യായം 31 മുതൽ 35 വരെ നിങ്ങൾ വീട്ടിൽ പോയി വായിക്കുമ്പോൾ, അതുപോലെ 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 14 വായിക്കുമ്പോൾ, ആരൊക്കെ എഴുതിയെടുക്കുന്നു ഞാൻ സ്ലോ ഡൗൺ ചെയ്യാം. സ്തോത്രം. അതെ, ചിന്മ ആൻറ്റി അല്പം എഴുതാൻ സ്ലോ ആയതുകൊണ്ട് ഒരിക്കൽ കൂടെ ഞാൻ പറയാം, എക്സ്ട്രാ ചാർജ് ഒന്നും തരണ്ട, ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. സ്തോത്രം. പുറപ്പാട് പുസ്തകം 26-ാം അധ്യായം 31 മുതൽ 35 വരെ നിങ്ങൾ വായിക്കുമ്പോൾ, 2 ദിനവൃത്താന്തം 3-14 വായിക്കുമ്പോൾ അവിടെ 4 കളർ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ആ കളറിന്റെ വ്യാഖ്യാനം പറയുന്നില്ല, പെട്ടെന്ന് പോകാം. 4 നിറങ്ങൾ. അടുത്തിരിക്കുന്നവർ നോക്കി പറ, 4 നിറങ്ങൾ. പെട്ടെന്ന് പറ. 4 നിറങ്ങൾ, 4 നിറങ്ങൾ, 4 നിറങ്ങൾ, 4 നിറങ്ങൾ ഒരുമിച്ച് ചേർന്നതാണ് ആ കർട്ടൻ. ഞാൻ പറയുന്നത് നിങ്ങളുടെ വിൻഡോ കർട്ടനോ നിങ്ങളുടെ ഡോർ കർട്ടനോ അല്ല. വിശുദ്ധ സ്ഥലത്തിനും അതിപരിശുദ്ധ സ്ഥലത്തിനും മധ്യത്തിലുള്ളതായ ആ കർട്ടന് 4 നിറങ്ങളാണ്. നിങ്ങൾ ചോദിക്കും, വാട്ട്സ് ദ മീനിങ്? മത്തായിൽ അവൻ രാജാവാണ്, മർക്കോസിൽ അവൻ വിശ്വാസദാസനാണ്, ലൂക്കോസിൽ ഹീസ് എ കംപ്ലീറ്റ് മാൻ, ഹീസ് എ പെർഫെക്റ്റ് ഗോഡ് മാൻ, അവൻ പൂർണ്ണനായ മനുഷ്യനാണ്, യോഹന്നാനിൽ അവൻ ദൈവത്തിന്റെ പുത്രനാണ്. എന്നാൽ ആ കർട്ടൻ കിടക്കുന്നിടത്തോളം കാലം സ്തോത്രം, അതേ, മനുഷ്യൻ പുറത്താണ്, സ്തോത്രം, ദൈവം അകത്താണ്. കാര്യം ആ നിയമപ്പെട്ടകത്തിന് മുകളിൽ, ആ മേഴ്സി സീറ്റിന്, ആ കൃപാസനത്തിന് മധ്യത്തിൽ ഒരു മേഘം ഇറങ്ങിക്കിടപ്പുണ്ട്. ഓ ഗ്ലോറി! ഇന്നാളുകൾ ആ മേഘം ഈ ഹാളിനകത്ത് വിട്ടുമാറാതെ ഒന്ന് ഇറങ്ങിക്കിടന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു യേശുവിന്റെ നാമത്തിൽ. കാരണം സ്തോത്രം, ഉണങ്ങിയ സഭയെ ചേർക്കാനല്ല യേശു വരുന്നത്, മുറിവേറ്റ സഭയെ ചേർക്കാനല്ല യേശു വരുന്നത്, മഹത്വത്തിന്റെ സഭയെ ചേർപ്പാൻ. കമാൻ, മഹത്വത്തിന്റെ സഭയെ ചേർപ്പാൻ, തേജസിന്റെ സഭയെ ചേർപ്പാൻ യേശു കർത്താവ് വേഗം വരുന്നുണ്ട്. ഹല്ലേലൂയ. സോ മഴമേഘമല്ല, ഇടോപാതിയുടെയും തുലാവർഷത്തിന്റെ മേഘമല്ല, ഷെകന ഗ്ലോറി, മഹത്വമേഘം ആ കെരൂബുകളുടെ മധ്യത്തിൽ ഇറങ്ങിക്കിടപ്പുണ്ട്. ആണ്ടിൽ ഒരു ദിവസം മാത്രം സ്തോത്രം, മഹാപുരോഹിതൻ ആ കർട്ടൻ തള്ളി മാറ്റി അതിനുള്ളിലേക്ക് പോകും. സ്തോത്രം. വീണ്ടും ഞാൻ ചരിത്രം പറയട്ടെ. ജോസിഫസ് പറയുന്നെങ്കില് സ്തോത്രം, 300 പുരുഷന്മാർ, നല്ല ആരോഗ്യമുള്ള, ഇവിടെ നല്ല ആരോഗ്യമുള്ള ഒത്തിരി പുരുഷന്മാരെ കാണുന്നു, എന്നെ പോലെയല്ല, കുറച്ചുകൂടെ ആരോഗ്യമുള്ള 300 നല്ല ആരോഗ്യമുള്ള പുരുഷന്മാർ തള്ളിയാൽ മാത്രമേ ഒരറ്റം മുതൽ മററ്റം വരെ ആ കർട്ടന് പോകുവാൻ കഴിയത്തുള്ളൂ. 300 പുരുഷന്മാർ തള്ളിയാൽ മാത്രമേ ആ കർട്ടൻ പോകത്തുള്ളൂ. അത്രയ്ക്ക് അത് കട്ടിയുള്ളതായിരുന്നു, അത്രയ്ക്ക് അത് ബലമുള്ളതായിരുന്നു. ദൈവം കീറി എന്ന് പറയുമ്പോൾ ന്യൂസ് പേപ്പർ കീറി എന്ന ലാഘവത്തോടെ കേൾക്കരുത്. മനസ്സിലാകുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. ആണ്ടിലൊരിക്കൽ മാത്രം, ഏറ്റവും യഹൂദന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോളിയസ്റ്റ് ഡേക്ക്, ഹോളിഡേ പലത് കാണും, ഏറ്റവും അതിപരിശുദ്ധമായ ഒരു ദിനമുണ്ട്, അതിന്റെ പേരാണ് യോം കിപ്പോർ. കേട്ടിട്ടുള്ള കരങ്ങൾ ഉയർത്തിയാട്ടെ. വർഷങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ചു. സ്തോത്രം. അതെ, നിങ്ങൾ മറന്നാലേ എനിക്ക് മറക്കാൻ പറ്റത്തില്ലല്ലോ. സ്തോത്രം. അതെ, യോം കിപ്പോർ, മഹാപാപ പരിഹാര ദിനം എന്നറിയപ്പെടുന്നതായ യോം കിപ്പോർ ദിനത്തിന് സ്തോത്രം, അതെ, അതിപരിശുദ്ധ സ്ഥലത്തേക്ക് മഹാപുരോഹിതൻ പ്രവേശിക്കും. വേറെ ആർക്കും കൃപാസനത്തിലേക്ക് പോകാൻ പറ്റത്തില്ല. പുനലൂരല്ല, തിരുവനന്തപുരം എന്ന് പറഞ്ഞാലും കേട്ടത്തില്ല. സ്തോത്രം. അതെ, ആ അതിപരിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കണമെങ്കിൽ നീ യഹൂദനായിരിക്കണം. ഇനി യഹൂദനായിരുന്നാൽ പറ്റത്തില്ല, നീ ലേവ്യ ഗോത്രക്കാരനായിരിക്കണം. ലേവ്യ ഗോത്രക്കാരനായിരുന്നാൽ പറ്റത്തില്ല, നീ പുരോഹിതനായിരിക്കണം. പുരോഹിതനായിരുന്നാലും പറ്റത്തില്ല, ആ വർഷത്തെ മഹാപുരോഹിതനായിരിക്കണം. കിലോമീറ്റർ അല്ലെങ്കിൽ എത്രയോ ദൂരം മാറി നിന്നേ പറ്റത്തുള്ളൂ. സ്തോത്രം. അകന്നു നിന്നേ
പറ്റത്തുള്ളൂ. ദൈവത്തിന്റെ മഹത്വത്തോട് അടുക്കുവാൻ തക്കവണ്ണം കഴിയത്തില്ല, കാരണം തിരശ്ശീല കിടപ്പുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നീ അവനോട് ചേർന്നിരിക്കുന്നതിനേക്കാളും എൻ്റെ ദൈവത്തിനും നിന്നോട് ചേർന്നിരിപ്പാൻ താല്പര്യമുണ്ട്. Oh, hallelujah. Come on, come on, come on, come on. Come on, hallelujah. Oh, നീ ദൈവത്തോട് ചേർന്നിരിക്കുന്നതിനേക്കാൾ ഇമ്മാനുവേലാകുന്ന യഹോവ ക്ഷമയാകുന്ന കർത്താവിന് നിന്നോട് ചേർന്നിരിപ്പാൻ താല്പര്യമുണ്ട്. സോ പാരലി രണ്ട് സർവീസുകൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് ആ ഗോൽഗോഥ മലയുടെ സ്തോത്രം, അതെ, മലയിലും ആ പട്ടണത്തിനകത്തും നടക്കുന്നു. ദൈവത്തിന്റെ ആലയത്തിൽ അക്ഷരീകമായി പാസ്ഓവർ, പെസഹ ശുശ്രൂഷ നടക്കുമ്പോൾ പാളയത്തിന് പുറത്ത് ആത്മീയമായി അതേപോലെ തന്നെ പാസ്ഓവർ ശുശ്രൂഷ നടക്കുകയാണ്. ഒന്ന് പാരമ്പര്യത്തിന്റെ അക്ഷരീക ശുശ്രൂഷ, മറ്റൊന്ന് ആത്മാവിന്റെ സ്തോത്രം യാഥാർത്ഥ്യമേറിയ ശുശ്രൂഷ. രണ്ട് തരത്തിലുള്ള പ്രസംഗങ്ങൾ നടക്കുന്നു, രണ്ട് തരത്തിലുള്ള സഭായോഗങ്ങൾ നടക്കുന്നു, രണ്ട് തരത്തിലുള്ളതായ അതേ പള്ളി പരിപാടികൾ നടക്കുന്നു. ഒന്ന് അനുഭവത്തിൽ നിന്ന് നടക്കുമ്പോൾ മറ്റൊന്ന് ആത്മാവിൽ നടക്കുന്നു. ആത്മാവിൽ ചലിക്കുന്നവർ, ആത്മാവിൽ ശുശ്രൂഷിക്കുന്നവർ രണ്ട് കരങ്ങളെ ഉയർത്തി ആ ഭാഗ്യത്തിനും നിയോഗത്തിനുമായി ആമേൻ പറഞ്ഞാട്ടെ. അകത്ത് പാരമ്പര്യമാണ്, പട്ടണത്തിനകത്ത് പുറത്തുതാ സ്തോത്രം. നിസ്സാൻ മാസം 14-ാം തീയതി, ഒരിക്കൽ കൂടെ നിസ്സാൻ മാസം 14-ാം തീയതി, അതാണ് പാസ്ഓവർ ഡേ. നിസ്സാൻ മാസം 14-ാം തീയതി പുറത്തുതാ കർത്താവ് യേശു ക്രിസ്തു പരമയാഗം ആകുന്നു. 1.5 മീറ്ററോളം ആഴമുള്ളതായ ആ കുഴിയിലേക്ക് ക്രൂശിൽ തറച്ച കർത്താവിനെ ആ കുഴിയിലേക്ക് ക്രൂശിനെ എടുത്തിടുമ്പോൾ അവന്റെ അസ്ഥികളുടെ ബന്ധമെല്ലാം വിട്ടുപോയി, അസ്ഥികളുടെ ബന്ധം വേർപെട്ടുപോയി. അവന് നാം മരിച്ചതായ സമയത്ത് 300 പേർ തള്ളിയാൽ മാത്രമേ നീങ്ങത്തുള്ളൂ എന്ന് നേരത്തെ കേട്ടതായ ആ തിരശ്ശീലയ്ക്കൊരു മാറ്റം. ആ ദേവാലയത്തിൽ നിന്ന് 100 കണക്കിന് പുരോഹിതന്മാർ ഏതാണ്ട് പെട്ടെന്ന് ശബ്ദം കേൾക്കുന്നു. പുറത്തിരുട്ട് പെട്ടെന്ന് വ്യാപിക്കുന്നു. പക്ഷെ അവർ ഏതാണ്ട് ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നൂറ്റാണ്ടുകളായി മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ വേർപിരിച്ചു നിർത്തിയതായ ആ തിരശ്ശീലയെ താഴെ നിന്ന് മേലോട്ടല്ല, താഴെ നിന്ന് മേലോട്ടാണെങ്കിൽ ചുണ്ടലി കടിച്ച് കീറിയതാണ്, പഴകി കീറിയ എന്ന് പറയാം. എന്നാൽ മേലെ നിന്ന് താഴോട്ട് ഒരു മനുഷ്യനും കുത്തിത്തയ്ക്കുവാൻ കഴിയാതെ, ഒരു മനുഷ്യന് കുത്തിത്തയ്ക്കുവാൻ കഴിയാതെ മേലെ നിന്ന് താഴേക്ക് ദൈവം തന്നെ ചിന്തിക്കളഞ്ഞു. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, അതുകൊണ്ട് ആ തിരശ്ശീല ഇന്ന് പകൽ അവിടെ ഇല്ല. അടുക്കുന്നവനെ തടുക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. കമാൺ കമാൺ, യെസ് യെസ്, അടുക്കട്ടെ അടുക്കട്ടെ അടുക്കട്ടെ, കേറുവാ കേറുവാ. അടുക്കുന്നവനെ തടുക്കുവാൻ, അടുക്കുന്നവനെ തടുക്കുവാൻ, ദൈവത്തോട് അടുക്കുന്നവനെ തടുക്കുവാൻ ഒരു ശക്തിക്കും ഒരിക്കലും കഴിയത്തില്ല. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. തിരശ്ശീല ഉണ്ടായിരുന്നെങ്കിൽ നീ ദാസനായിരുന്നു, കാരണം പഴയ നിയമത്തിൽ എല്ലാവരും ദാസന്മാരായിരുന്നു. എന്നാൽ തിരശ്ശീല മാറിയത് കൊണ്ട് അവനെ കൈക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും, ഓ കമാൻ, അവനെ കൈക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും, പറ പറ, അവനെ കൈക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ മക്കളാകാൻ ധൈര്യത്തോടെ കൃപാസനത്തേക്ക് അടുത്തു വന്ന് അപ്പാ പിതാവേ എന്ന് വിളിപ്പാൻ, മക്കളാകുവാൻ ദൈവം ഭാഗ്യം തന്നിരിക്കുന്നു. മക്കൾ കരങ്ങളെ അടിച്ച് ആർപ്പെട്ട അപ്പച്ചനോട് സംസാരിച്ചാട്ടെ. Yes, yes Lord. തുറക്കട്ടെ തുറക്കട്ടെ, മഹത്വത്തിന്റെ വഴികൾ തുറക്കട്ടെ, മഹത്വത്തിന്റെ വഴികൾ തുറക്കട്ടെ, ദൈവ സാന്നിധ്യത്തിന്റെ ചാലുകൾ തുറക്കട്ടെ, ദൈവ സാന്നിധ്യത്തിന്റെ ചാലുകളും ചാനലുകളും തുറക്കട്ടെ. നിന്റെ ആത്മീയ അനുഭവത്തിന്റെ ലെവൽ മാറുന്ന ദിവസങ്ങളാണ്. നിന്റെ പ്രാർത്ഥന മാറുവാൻ പോകുന്നു, നിന്റെ ആരാധന മാറുവാൻ പോകുന്നു, നിന്റെ സ്തുതി മാറുവാൻ വേണ്ടി പോകുന്നു, നിന്റെ അന്യഭാഷ മാറുവാൻ പോകുന്നു. ഈ സെഷന് ഞാൻ ഡിക്ലെയർ ചെയ്യട്ടെ, നിന്റെ ഗ്ലോറി റിലം, നിന്റെ ഗ്ലോറി ലെവൽ, ഒരിക്കൽ കൂടെ നിന്റെ ഗ്ലോറി ലെവൽ, നിന്റെ ഗ്ലോറി ലെവൽ മാറുവാൻ വേണ്ടി പോകുന്നു. ഫ്രം ഗ്ലോറി ടു ഗ്ലോറി, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്. അടുത്തിരിക്കുന്ന ഒരാൾ നോക്കി പറ, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്. യെസ് ആമേൻ, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് യേശുവിന്റെ നാമത്തിൽ. ഈ കൊറോണ കാലത്ത് ഒത്തിരി എണ്ണത്തിന്റെ മഹത്വം പോയി ഞങ്ങളെ, പാസ്റ്റർമാർ പോലും പിന്മാറിപ്പോയി ഞങ്ങളെ, ദുഃഖത്തോടെ പറയുകയാണ്. പക്ഷെ ബേഥേലിനെ നോക്കി ഞാൻ പറയട്ടെ, നീ പിന്നോട്ട് നടക്കുന്ന ഞണ്ടല്ല, ഒഴുക്കിന് നേരെ നിൽക്കുന്ന മത്സ്യം പോലെ.
മുന്നോട്ട് അതേ പോകുന്ന മത്സ്യം പോലെ യേശുവിന്റെ നാമത്തിൽ നീ മുന്നോട്ടാണ്. ഫ്രം ഗ്ലോറി ടു ഗ്ലോറി, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്. രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാവരും പറ, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്. ദ ഫസ്റ്റ് മിറക്കിൾ, ഒന്നാമത്തെ അത്ഭുതം ക്രൂശിൽ നടന്നത്. സ്തോത്രം, ദേവാലയത്തിന്റെ തിരശീല രണ്ടായി ചീന്തപ്പെട്ടു. കേൾക്കുന്നവർ ആമേൻ പറഞ്ഞേ. നമ്പർ 2, രണ്ടാമത്തെ വേദപുസ്തകം പറയുന്നു, സ്തോത്രം, അവിടെ ഭൂമി കുലുങ്ങി, ഭൂമി കുലുങ്ങി. സ്തോത്രം, ഭൂമി കുലുങ്ങി. അങ്ങനെയല്ലേ 52-ാം വാക്യം മത്തായി 27, ഭൂമി കുലുങ്ങി, ഭൂമി കുലുങ്ങി, ഭൂമി കുലുങ്ങി, ഭൂമി കുലുങ്ങി. എവിടെയാണോ ദൈവത്തിന്റെ സോളിഡ് പ്രസൻസ് ഇറങ്ങി വന്നത്, അവിടെ ഭൂമി കുലുക്കമുണ്ടായി. എവിടെയാണോ ദൈവത്തിന്റെ സാന്നിധ്യം ശക്തമായി സോളിഡായി വെളിപ്പെട്ടത്, അവിടെ ഭൂമി കുലുങ്ങി. ഞാൻ ഓർക്കുന്നു, വർഷങ്ങൾക്ക് മുമ്പ് 10 ലക്ഷം പേർ അർജന്റീനയുടെ തലസ്ഥാനമായ ബ്യൂണസ് ഐറസിൽ ഒരു ജീസസ് മാർച്ച് വെച്ചു. ജീസസ് മാർച്ച്. ആ ജീസസ് മാർച്ച്, സ്തോത്രം, നോൺ ഡിനോമിനേഷനായി ലക്ഷക്കണക്കിന് ദൈവത്തിന്റെ ജനം അതിന്റെ പ്രധാന തെരുവീതിയിലൂടെ അവരിങ്ങനെ മാർച്ച് ചെയ്തു പോയപ്പോൾ റിച്ചർ സ്കെയിലിൽ വളരെ ഉയർന്ന ലെവലിലുള്ളതായ ഒരു ഭൂമി കുലുക്കം രേഖപ്പെടുത്തി. അധികാരികൾ പറഞ്ഞു, കെട്ടിടങ്ങൾ തകരും, സുനാമി വരും, സ്തോത്രം, മനുഷ്യർ മരിക്കും. എന്നാൽ മണിക്കൂറുകൾ കാത്തിരുന്നിട്ടും ഒരു കെട്ടിടവും താഴെ വീണില്ല. സ്തോത്രം, ഒരു സുനാമിയും വന്നില്ല, ആരും ചത്തുപോയതേയില്ല. പക്ഷെ ഭൂമി കുലുക്കം രേഖപ്പെടുത്തി. ആ ഡിപ്പാർട്ട്മെന്റിൽ, ആ അതോറിറ്റിയിൽ രക്ഷിക്കപ്പെട്ട ഒരുത്തനുണ്ടായിരുന്നു. അവന്റെ തലയിൽ വെളിച്ചമുദിച്ചിട്ട് അവൻ പറഞ്ഞു, സാറേ, ഇത് പണ്ട് ഉണ്ടായിട്ടുള്ളതാ. സാറേ, ഇത് പണ്ട് ഉണ്ടായിട്ടുള്ളതാ, പണ്ട് ഉണ്ടായിട്ടുള്ളതാ. കാരണം ദൈവജനം എവിടെയാണോ ഒരുമിച്ച് കൂടി വരുന്നത്, അവിടെ സോളിഡ്, അവിടെ അനോയിന്റിംഗ്, അവിടെ പ്രസൻസ്, അവിടെ ഗ്ലോറി, അവിടെ ശക്തി, അത് വർദ്ധിക്കുന്നു. ആമേൻ, 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 ആമേൻ. എന്താ ബ്രദർ സുരേഷ് ബാബു പറഞ്ഞത്? ആരെങ്കിലും കേട്ടോ? ആരെങ്കിലും കേട്ടോ? ദൈവജനം കൂടി വരുന്നിടത്ത്, ദൈവജനം കൂടി വരുന്നിടത്ത്, ചുറ്റൂരിക്കുന്ന 4 പേരെ നോക്കി പറ, കൂടി വരുന്നിടത്ത്. പെട്ടെന്ന് പറഞ്ഞേ, കൂടി വരുന്നിടത്ത്, കൂടി വരുന്നിടത്ത്, കൂടി വരുന്നിടത്ത്. പിശാച് ചെതറിപ്പിച്ചെങ്കിൽ, കൊറോണ ചെതറിപ്പിച്ചെങ്കിൽ, അതേ കോവിഡ് ചെതറിപ്പിച്ചെങ്കിൽ, യേശുവിന്റെ നാമത്തിൽ ഇത് സൂമിൻ കാലമല്ല, ചിതറിപ്പോയതെല്ലാം തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് കൂടി വരട്ടെ, കൂടി വരട്ടെ, കൂടി വരട്ടെ, കൂടി വരട്ടെ, കൂടി വരട്ടെ, കൂടി വരട്ടെ. ഭയവും ഭീതിയുമുള്ളവൻ അതേ വീട്ടിലിരുന്ന് സൂം കാണട്ടെ. ധൈര്യമുള്ളവൻ, സ്തോത്രം, ദൈവത്തിന്റെ കൃപയാൽ കൂടി വരട്ടെ. വീണ്ടും ഒരിക്കൽ കൂടെ പറഞ്ഞാട്ടെ, ഇതുവരെ പറയാത്ത 5ാമത് വേറൊരു ആന്റിയെ നോക്കി, വേറൊരു അങ്കിളിനെ നോക്കി പറ, കൂടി വരുമ്പോൾ സ്തോത്രം, മഹത്വം വർദ്ധിക്കുന്നു. പറഞ്ഞേ, കൂടി വരുമ്പോൾ, കൂടി വരുമ്പോൾ, കൂടി വരുമ്പോൾ. യേശുവിന്റെ നാമത്തിൽ അടുത്ത സെഷന് ഞാനുണ്ട്. ഒറ്റയെണ്ണം വീട്ടിയിരിക്കല്ലേ. യേശുവിന്റെ നാമത്തിൽ കൂടി വന്നാട്ടെ, കൂടി വന്നാട്ടെ. മിത്രങ്ങളെ കൂട്ടിക്കൊണ്ട് വന്നാട്ടെ, ശത്രുക്കളെയും കൂട്ടിക്കൊണ്ട് വന്നാട്ടെ. കാരണം എവിടെയാണോ കൂടി വരുന്നത്, എനിക്കില്ലാത്തത് നിങ്ങൾക്കുണ്ട്, നിങ്ങൾക്കില്ലാത്തത് എനിക്കുണ്ട്. നമ്മൾ ഒരുമിച്ച് വരുമ്പോൾ നമ്മുടെ മധ്യത്തിൽ കർത്താവുണ്ട്. എവിടെയാണോ 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 ദൈവത്തിന്റെ സാന്നിധ്യമുള്ളത്, അവിടെ ഭൂമി കുലുങ്ങിയുണ്ടായി. 4000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മോശയോട് ദൈവം പറഞ്ഞു, കേറി വാ, കേറി വാ, കേറി വാ. കേറി പോകാൻ ഒരുത്തനുണ്ടെങ്കിൽ, കേറി പോകുവാൻ ഒരുവളുണ്ടെങ്കിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. ഒരു മോശ ഇതാ കയറിപ്പോയി. ഒരു മോശ കയറിപ്പോയപ്പോൾ തമ്പുരാൻ അവിടെ ഇറങ്ങി വന്നു. തമ്പുരാൻ ഇറങ്ങി വന്നിടത്ത് ഭൂമി കുലുക്കം സീനായി മലയിൽ ഉണ്ടായി. ഒരു കുഞ്ഞാട് തുള്ളുന്നത് പോലെ, ഞാൻ ആവർത്തിക്കുന്നു, ഒരു കുഞ്ഞാട് തുള്ളുന്നത് പോലെ മലകൾ നിന്ന് തുള്ളുകയാണ്. പബ്ലിക് പ്ലേസിലടാ മലേ, നിനക്ക് നാണമില്ലടാ. പബ്ലിക് പ്ലേസിൽ 4 പേർ കാണുന്നിടത്ത് നീ എന്താ തുള്ളുന്നത്? അവൻ പറയും, വാടച്ച് മിണ്ടാതിരിക്ക്, നിനക്കില്ലാത്ത ഗ്ലോറി എനിക്കുണ്ട്. മഹത്വമുള്ളവൻ ആരാധിക്കട്ടെ, പ്രസൻസ് ഉള്ളവൻ ആരാധിക്കട്ടെ. മഹത്വം എവിടെ ഇറങ്ങിയോ, ദൈവ സാന്നിധ്യം എവിടെ ഇറങ്ങിയോ, അവിടെ ദൈവത്തിന്റെ സിഗ്നേച്ചറായി, ഞാൻ എൻ്റെ സിഗ്നേച്ചറായി ഇടുന്നേ, ദൈവത്തിന്റെ സിഗ്നേച്ചറായി അവിടെ ഭൂമി കുലുക്കമുണ്ട് വെളിപ്പെട്ടു. യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇന്ന് സ്തോത്രം അതേ പറയട്ടെ, കർത്താവിന്റെ ഒരു സിഗ്നേച്ചർ അനോയിന്റിങ്ങുമായി ആരൊക്കെയോ പുറപ്പെടുന്നു, ആരൊക്കെയോ
Yes. Oh, stay balakasa. Yes. Yes. Oh, signature. സ്തോത്രം. അതേ നാട്ടുകാർ നീ നോട്ടീസ് അടിക്കണ്ട, നീ പറയണ്ട ഞാൻ എവിടെ നിന്ന് വന്നു, ഞാൻ അങ്ങോട്ട് പോകുന്നു. പക്ഷേ നിന്റെ ശുശ്രൂഷ അനുഭവിക്കുമ്പോൾ നിന്നെ കാണുമ്പോൾ ഭൂതങ്ങൾ പറയട്ടെ, ഒറ്റയ്ക്കല്ല വന്നത്, ഇവൻ കർത്താവിന്റെ സർട്ടിഫിക്കറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. മനുഷ്യർ അനുഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. അർത്ഥം ഓ സ്തോത്ര ഭൂമി കുലുക്കം, അത് തമ്പുരാന്റെ സിഗ്നേച്ചർ ആയിരുന്നു. 500 വർഷം കൂടെ മുന്നോട്ട് പോയപ്പോഴേക്കും സ്തോത്രം അതേ ബെർശബ മരുഭൂമിയുടെ താഴ്വരയിൽ വീണ്ടും ഭൂമി കുലുങ്ങുകയാണ്. അത് സ്തോത്രം അതേ സീനായി കുലുങ്ങിയത് ഒരു കൂട്ടം 30 ലക്ഷം ജനത്തിന് വേണ്ടി കുലുങ്ങിയെങ്കിൽ സ്തോത്രം ബെർശബയുടെ താഴ്വരയിൽ കുലുങ്ങിയത് ഒരുത്തന് വേണ്ടി കുലുങ്ങിയാണ്. ഒരു ഭയങ്കര ദൈവദാസൻ. പക്ഷെ പുള്ളി വാടിപ്പോയി. ഐ നോ ഫാസ്റ്റർ, ഞാൻ എന്താ പറയുന്നതെന്ന് എനിക്കറിയാം കേട്ടോ, നിങ്ങൾക്കറിയത്തില്ല, എനിക്കറിയാം. ഒരു ഭയങ്കര ദൈവദാസനാ, പക്ഷെ പുള്ളി മാറിപ്പോയി, പുള്ളി വാടിപ്പോയി. എൻ്റെ തമ്പുരാന് 30 ലക്ഷം ഉണ്ടെങ്കിലും അവൻ ശുശ്രൂഷിക്കും, ഒരാളുണ്ടെങ്കിലും അവൻ ശുശ്രൂഷിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ഒരാളുണ്ടെങ്കിലും എൻ്റെ കർത്താവിൻ്റെ ദൂതിൻ്റെ നീളം കുറയത്തില്ല, അഭിഷേകത്തിൻ്റെ വലിപ്പവും ചെറുതാകത്തില്ല. സ്തോത്രം. ഒരു ദൈവദാസനെ ബലപ്പെടുത്താൻ കർത്താവ് ഇറങ്ങി വരികയാണ്. മഹാനായ പാസ്റ്റർ പി ഡി ജോൺസൺ ഇങ്ങനെ പറയും, 1000 വിശ്വാസികളെ ബലപ്പെടുത്തുന്നതിനേക്കാൾ ഒത്തിരി വലുതാണ് ഒരു ദൈവദാസനെ ബലപ്പെടുത്തുന്നത്. കമാൻ. നിങ്ങൾക്ക് വേണ്ടായിരിക്കും. ബൈ. 1000 വിശ്വാസികളെ ബലപ്പെടുത്തുന്നതിനേക്കാൾ ഒത്തിരി വലുതാണ് കിണ്ടത്തിലെ ഒരു ജനറലിനെ, ഞാൻ ആ പദം ഉപയോഗിക്കട്ടെ, ദൈവത്തിൻ്റെ ഒരു ദാസനെ ദൈവത്തിൻ്റെ കൃപയാൽ ബലപ്പെടുത്തുന്നത്. ഇവൻ തീ ഇറക്കി, മരിച്ചു കിടന്ന ചെറുക്കനെ എണീപ്പിച്ചു, മഴയെ നിർത്തി മഴ പെയ്പ്പിച്ചു. പക്ഷെ ഇവൻ മനുഷ്യനാണ്, ഇവൻ മെഷീനല്ല. ഒരിക്കൽ കൂടെ, ഇവൻ മനുഷ്യനാണ്, ഇവൻ മെഷീനാണ്. ഇവൻ മെഷീനല്ല. അവനെ ബലപ്പെടുത്താൻ ആദ്യം ദൂതനെ ഇറക്കിയിട്ടും സംഭവിച്ചു ശരിയായില്ല. ദൂതൻ ഇറങ്ങിയാൽ ശരിയായില്ലെങ്കിൽ ഇമ്മാനുവേൽ തന്നെ ഇറങ്ങി വരും. അവനിവിടെയുണ്ട്. പാസ്റ്റർ വന്നാൽ ശരിയായില്ലെങ്കിൽ, പ്രവാചകൻ വന്നാൽ ശരിയായില്ലെങ്കിൽ, എൻ്റെ കർത്താവ് തന്നെ നിന്നെ ശരിയാക്കും. കാരണം അവൻ ചതഞ്ഞ ഓടിക്കാത്തവനാണ്. അവൻ പുകയുന്ന തിരിയെ അവൻ കെടുത്താത്തവനാണ്. ചതഞ്ഞ ആരൊക്കെയോ ഇന്ന് പകൽ ബലപ്പെടുന്നു, മങ്ങിക്കത്തുന്ന ആരൊക്കെയോ ഇന്ന് പകൽ ആളിക്കത്തുന്ന യേശുവിൻ്റെ നാമത്തിൽ. ഇൻ ജീസസ് നെയിം. ഹല്ലേലൂയ. ഏലിയാവിനെ ബലപ്പെടുത്താൻ തമ്പുരാന്റെ ഭൂകമ്പമായി ഭൂമി കുലുക്കമായി ഇറങ്ങി വന്നു. സ്തോത്രം. ആദിമസഭ ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ കൂടിയിരുന്ന് പ്രാർത്ഥിച്ച സ്ഥലം കുലുങ്ങി. അടുത്തിരിക്കുന്നവർ നോക്കി പറ, ബാംഗ്ലൂർ അത് സത്യമാണ്. പെട്ടെന്ന് പറഞ്ഞേ, ബാംഗ്ലൂർ സത്യമാണ്. സഭ പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യക്ഷമായി ഭൂമി കുലുങ്ങട്ടെ. കാരണം he is not the God of natural, but he is the God of supernatural. ഹല്ലേലൂയ. സഭ കൂടുമ്പോൾ എന്ന് പറയുമ്പോൾ നീളത്തിലും വണ്ണത്തിലും ഒത്തിരി ഒരുപാട് പേര് വേണമെന്നില്ല. ഐക്യതയുടെ 2 മതി. അർദ്ധരാത്രിയാണെങ്കിലും ഉടുവസ്ത്രത്തോമാർ അടിച്ച് തകർത്ത് രക്തം പോകുന്നെങ്കിൽ, കൈയും കാലും ചങ്ങലയിലാണെങ്കിലും അവൻ്റെ നാവ് ചങ്ങലയിലല്ലല്ലോ. കമാൺ. നാവ് ചങ്ങലയിലല്ലല്ലോ. നാവ് ചങ്ങലയിലല്ലെങ്കിൽ ശബ്ദമുയരട്ടെ. നാവ് ചങ്ങലയിലല്ല. വലിയൊരു ക്രൂസൈഡ് ഇല്ല ദൈവദാസന്, കൺവെൻഷൻ ഇല്ല. പക്ഷേ ഐകമത്യമുള്ള ഏക മനസ്സുള്ള ഒരെണ്ണം ഉണ്ടായിരുന്നാൽ മതി. ഏതാർത്ഥ രാത്രിയിലും ദൈവത്തിന്റെ ഭൂമി കുലുക്കം വെളിപ്പെടുക. ഭൂമി കുലുങ്ങി, ജയിൽ പൊളിഞ്ഞു. ഞാൻ വീണ്ടും ഈ ദിവസങ്ങൾ ആവർത്തിക്കും, ജയിൽ ബ്രേക്കർ വന്നിട്ടുണ്ട്. നിന്റെ അപ്പന്റെ വേറൊരു പേരാണ്, അവൻ കാരാഗ്രഹങ്ങളെ പൊളിക്കുന്നവനാണ്.
പുറത്തു വാ, പുറത്തു വാ, പുറത്തു വാ, പുറത്തു വാ, പുറത്തു വാ, പുറത്തു വാ, പുറത്തു വാ. പുറത്തു വാ. Break in Jesus' name. ജയിൽ പൊളിഞ്ഞു. ചില വാതിലല്ല, എല്ലാ വാതിലും തുറന്നു. സ്തോത്രം. അതെ, കാരാഗ്രഹ പ്രമാണി ചർച്ച സെക്രട്ടറി അല്ലെങ്കിൽ കാരാഗ്രഹ പ്രമാണി സ്നാനപ്പെട്ട് ഇൻ ജീസസ് നെയിം. അത് കർത്താവിന്റെ ഭൂമി കുലുക്കമായിരുന്നു. കർത്താവിന്റെ പ്രസൻസ് ഉണ്ടെന്ന് വെളിപ്പെട്ടതിന്റെ സ്തോത്രം അടയാളമായിരുന്നു. യേശുവിന്റെ നാമത്തിൽ നിന്നോട് കൂടെ കർത്താവ് ഉണ്ട്. നിന്നോട് കൂടെ കർത്താവ് ഉണ്ട്. സുല്ലിപ്പാസ്റ്റേ, നിന്നോട് കൂടെ കർത്താവ് ഉണ്ട്. ഈ ജനം അത് കാണും, ഈ ജനം അത് അനുഭവിക്കും, ഈ ജനം അത് പറയും. അനീഷ്മനെ, നിന്നോട് കൂടെ സ്തോത്രം കർത്താവ് ഉണ്ട്. സ്തോത്രം. അതെ, തിരുവചനം പറയുന്നു 5 സാക്രിഫൈസസ്, 5 യാഗങ്ങൾ ഒരുമിച്ച് ഒരു വ്യക്തിയിൽ ഒരു സ്ഥലത്ത് ഒരുമിച്ച് ഒരേ സമയത്ത് വെളിപ്പെടുകയാണ്. 5 യാഗങ്ങൾ. സ്തോത്രം. അതെ, യെശയ്യാ 52, യെശയ്യാ 53 അവിടെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. പാപയാഗം, സമാധാന യാഗം, സ്തോത്രം, അകൃത്യ യാഗം, പിന്നെ എന്തുവാ, ഭോജനയാഗം, സ്തോത്രം. അതെ, എന്ന് തുടങ്ങി 5 യാഗങ്ങൾ, ഹോമയാഗം. ഈ 5 യാഗങ്ങൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയപ്പോൾ ആ യാഗത്തിന്റെ പേരായി പെർഫെക്റ്റ് സാക്രിഫൈസ്, പരമയാഗം. 5 യാഗം, സ്തോത്രം, ഒരുമിച്ച് കൂടിയപ്പോൾ അത് വെളിപ്പെട്ടു. അതിന്റെ പേര് പരമയാഗം. അങ്ങനെ ഞാൻ മറ്റൊരു ദിശയിലേക്ക് ഈ യങ്സ്റ്റേഴ്സിനെ കൊണ്ടുപോകുന്ന ഈ പോയിന്റിൽ ശ്രദ്ധിക്കുക. പരമയാഗം. എല്ലാവരും പറഞ്ഞാൽ പരമയാഗം. പഴയ നിയമത്തിൽ ദേവദാസിനെ അഹരോനാകട്ടെ, മോശയാകട്ടെ, മറ്റു പുരോഹിതന്മാരാകട്ടെ, ഒരുത്തൻ ഭോജനയാഗം എടുക്കുന്നു, വേറൊരുത്തൻ സമാധാനയാഗം എടുക്കുന്നു, വേറൊരുത്തൻ അകൃത്യയാഗം എടുക്കുന്നു. 5 യാഗം 5 എണ്ണത്തിന്റെ കയ്യിൽ ഭാഗമായി വിവിധമായിരിക്കുമ്പോൾ, നിങ്ങൾക്ക് മനസ്സിലായോ? 5 യാഗം 5 എണ്ണത്തിന്റെ കയ്യിൽ ഭാഗമായി വിവിധമായിരിക്കുമ്പോൾ ആകെ മൊത്തം ടോട്ടൽ എല്ലാം കൂടെ ഒരുമിച്ച് യേശു കർത്താവിൽ വെളിപ്പെട്ടു. മക്കളെ, യേശു കർത്താവിൽ. സ്തോത്രം. അതേ, മറ്റോന്മാരുടെ കയ്യിൽ അതേ മൃഗമായിട്ട്, പക്ഷിയായിട്ട്, ആട്ടുകൊറ്റനായി, കാളക്കിടാവായി, ഈ യാഗ വസ്തുവായി നിൽക്കുമ്പോൾ ശ്രേഷ്ഠ മഹാപുരോഹിതൻ പറഞ്ഞു, ഞാൻ യാഗം കഴിക്കാൻ വന്നവനല്ല, ഞാൻ യാഗം ആകാൻ വന്നവനാണ്. ഓ കമാൻ, നിങ്ങൾ കേട്ടില്ല? അവൻ യാഗം ആകാൻ വന്നവനാണ്. ഈ തലമുറയിൽ നമുക്കൊന്ന് നിൽക്കാമോ? യാഗമായി നമുക്കൊന്ന് നിൽക്കാമോ? അതാണ് എൻ്റെ ദൂത്. ഈ തലമുറയിൽ നിന്ന് യാഗമായി നമുക്കൊന്ന് ത്യാഗത്തോടെ നിൽക്കാമോ? ഓ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനോട് വർഷങ്ങൾക്ക് മുമ്പ്, ഈ അടുത്ത കാലത്ത് ചില വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞാൽ, മക്കളെ സ്തോത്രം, നീ ഈ ഒരു ത്യാഗത്തോടെ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയാണ്, ദൈവം അത് യാഗമായി കണക്കാക്കും. ദൈവത്തെ യാഗമായി കണക്കാക്കുക. ദൈവത്തെ യാഗമായി കണക്കാക്കുക. സ്തോത്രം. ലേവ്യ പുസ്തകം 9:24 നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് സാക്രിഫൈസ്, സ്തോത്രം, ഇതാ നടക്കുകയാണ്. ലേവ്യ 9:24 ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ മുഴുവൻ പറഞ്ഞുതരാം. ലേവ്യ 9:24 വായിക്കുമ്പോൾ അവിടെ ഇതാ മോശയും അഹരോനും കൂടെ ദേവദാസനെ ഒരു യാഗം കൊണ്ടുവരികയാണ്. മോശയും അഹരോനുമായി ആ യാഗം കൊണ്ടുവരികയാണ്. അതിനെ ആരാ കത്തിച്ചെന്നറിയോ? അതിനെ കത്തിച്ചത്, സ്തോത്രം, അതിനെ കത്തിച്ചത് മോശയല്ല, അതിനെ കത്തിച്ചത്, സ്തോത്രം, അഹരോനല്ല. ഓ, ദൈവത്തിന് ആ യാഗം അങ്ങ് ഇഷ്ടപ്പെട്ടപ്പോഴേ, യെസ്, ദൈവത്തിന് യാഗം ഇഷ്ടപ്പെട്ടപ്പോഴേ, ദൈവം അത് ഇഷ്ടപ്പെട്ടപ്പോഴേ തമ്പുരാൻ തന്നെ അതിനെ ഇഗ്നൈറ്റ് ചെയ്ത്, കർത്താവ് തന്നെ അതിനെ കത്തിച്ച്, ഉറക്കച്ചടവില് അതേ പകുതി അടഞ്ഞ കണ്ണുമായി പോയി രാവിലെ ഗ്യാസ് തുറന്ന് നീ കത്തിക്കുന്നത് പോലെ മനസ്സിലാക്കണം. നീ അടുപ്പായിരിക്കാൻ കത്തിച്ചത്, എന്നാൽ ഈ തലമുറയിൽ എനിക്കും നിനക്കും അണയാൻ അവകാശമില്ല. നമ്മളെ കത്തിച്ചു നിർത്തിയിരിക്കുന്നത് സർവശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. മനസ്സിലാക്കുന്ന ആമേൻ പറഞ്ഞേ. സ്തോത്രം. അടുത്തിരിക്കുന്നവർ നോക്കി പറ, അണയാൻ അവകാശമില്ല. പെട്ടെന്ന് പറ, അണയാൻ അവകാശമില്ല. അണയാൻ അവകാശമില്ല ദൈവദാസന്. ഈ ലോകത്തിലുള്ള ഒരു വെള്ളത്തിനും എന്റെയും നിന്റെയും ജ്വലനത്തെ അണയ്ക്കാൻ കഴിയത്തില്ല. കമാൻ കമാൻ കമാൻ. അത് മണ്ണാകട്ടെ, അത് പെണ്ണാകട്ടെ, അത് പണമാകട്ടെ, അത് പിണമാകട്ടെ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ രക്തത്താൽ ജയം. ലോകത്തിലെ ഒരു വെള്ളത്തിനും
നിന്റെ ജ്വലനം കൊണ്ടുപോകല്ല. സ്തോത്രം. എന്നാൽ നീ ജ്വലിക്കുമ്പോ നിന്നെ ഊതിക്കെടുത്താൻ ചർച്ചിനകത്തു നിന്നും ഭൂതം എഴുന്നേൽക്കും, ചർച്ചിന് പുറത്തു നിന്നും ഭൂതം എഴുന്നേൽക്കും. എന്നാൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയട്ടെ, സ്തോത്രം, നിന്റെ എണ്ണ കുറയുന്നില്ല എങ്കിൽ, നിന്റെ എണ്ണ കുറയാത്തിടത്തോളം കാലം അവന്മാർ ഊതിക്കെടുത്തും തോറും നീ ആളി കത്തുന്നവനായിരിക്കും. കത്തിക്കട്ടെ, കത്തിക്കട്ടെ, കത്തിക്കട്ടെ. കർത്താവ് കത്തിച്ചു നിർത്തട്ടെ, കർത്താവ് കത്തിച്ചു നിർത്തട്ടെ. ജീവിതത്തിന്റെ ഭൂരിപക്ഷ സമയം, ശുശ്രൂഷ ഭൂരിപക്ഷ സമയം കൊച്ചു ഉപദേശത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. സ്തോത്രം. രാത്രി മാത്രം, ഒരു നേരം മാത്രമേ താൻ ഭക്ഷണം കഴിക്കത്തുള്ളൂ, ഒറ്റ നേരം മാത്രമേ ഭക്ഷണം കഴിക്കത്തുള്ളൂ. ആ ത്യാഗത്തെയാണ് ദൈവം യാഗമെന്ന് കണ്ട് മലങ്കരയെ കത്തിപ്പാൻ, മലങ്കരയെ ഉണർവിൽ കത്തിപ്പാൻ ആ ദൈവത്തിന്റെ ദാസനെ ഉപയോഗിച്ചത്. എൻ്റെ പ്രാർത്ഥന ഇതാണ്, പിതാക്കന്മാർ മരിച്ചെങ്കിലും ആ ത്യാഗത്തോടെ ഉള്ള കുറച്ചെണ്ണം പ്രോസ്പെരിറ്റി ലൈഫ് സ്റ്റൈൽ അല്ല, സമൃദ്ധിയുടെ ലൈഫ് സ്റ്റൈൽ അല്ല, ത്യാഗത്തിന്റെ ലൈഫ് സ്റ്റൈലിൽ ജീവിക്കുന്ന ചിലത് എഴുന്നേറ്റ് വരുന്നെങ്കിൽ സ്വർഗം ഈ ലോകത്തിൽ ലോകജാതികളെ വെളിച്ചത്തിൽ നടപ്പാൻ, രാജ്യങ്ങളെ വെളിച്ചത്തിൽ നടപ്പാൻ നിന്നെ കത്തിച്ചു നിർത്തുന്നതായ ദിവസങ്ങൾ മുന്നിലുണ്ട്. യേശുവിന്റെ രക്തത്താൽ ഹല്ലേലൂയ. 5 സാക്രിഫൈസസ്, 5 യാഗങ്ങൾ ഒരുമിച്ച് ചേർന്നപ്പോൾ ദൈവം അത് അംഗീകരിച്ചു എന്നതിനർത്ഥമായി അവിടെ ഭൂമി കുലുക്കം വെളിപ്പെടുകയുണ്ടായി. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞോട്ടെ, നിങ്ങൾ ജ്വലിക്കുന്നതേ ഞാൻ കാണത്തുള്ളൂ. പെട്ടെന്ന് പറ, നിങ്ങൾ ജ്വലിക്കുന്നതേ കാണത്തുള്ളൂ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ രക്തത്താൽ ജയം. ഓൺലൈൻ വാച്ച് ചെയ്യുന്നവരാകട്ടെ, നീ പുകയുന്നത് കാണുന്നു, നീ അണയുന്നത് കാണുന്നു, നീ അതേ സ്തോത്രം നശിക്കുന്നത് കാണുന്നു. ഭാപിശാച യേശുവിന്റെ നാമത്തിൽ എന്നെ തമ്പുരാൻ, ഈ ജനത്തെ തമ്പുരാൻ കൈയടിക്കുന്നേ, നേരെ കൈയടിക്ക. അതേ സ്തോത്രം, അതേ ജ്വലിപ്പിച്ച് നിർത്തുവാൻ പോകുന്നു സാക്രിഫൈസ് ലൈഫ് സ്റ്റൈൽ, സ്വയത്യാഗം. ഇന്ന് കേട്ടുകേൾവിയില്ലാത്തൊരു ടേമാണത്. പുതിയ നിയമത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളൊന്നാണ് സാക്രിഫൈസ് ലൈഫ് സ്റ്റൈൽ, സ്വയത്യാഗം. എവിടെയുണ്ടോ ആ ത്യാഗത്തെ ജ്വലിപ്പിപ്പാൻ കർത്താവുണ്ട്. കരങ്ങൾ ഉയർത്തി പറഞ്ഞാട്ടെ, എന്നെ ജ്വലിപ്പിക്കണമേ. പറഞ്ഞാട്ടെ, ശബ്ദം ഉയർത്തി പറ, എന്നെ ജ്വലിപ്പിക്കണമേ ഇൻ ജീസസ് നെയിം. നമ്പർ 3, മൂന്നാമത് പറയുന്നു, സ്തോത്രം, അതേ പാറകൾ പിളർന്നു എന്ന് ദേവാലയത്തിന്റെ തിരശ്ശീല ചിന്തപ്പെട്ടു. സ്തോത്രം, അതേ. രണ്ടാമതായി എന്താ സംഭവിച്ചേ? അവിടെ ഭൂമി കുലുക്കമുണ്ടായി, പാറകൾ പിളർന്നു. എഴുതി കിടക്ക്, സൃഷ്ടിക്ക് വ്യത്യാസം ഉണ്ടായി. പാറകൾ പിളർന്നു, സൃഷ്ടിക്ക് വ്യത്യാസം ഉണ്ടായി. പാറകൾ പിളർന്നു. യെരൂശലേമിൽ ചെന്ന് നോക്കിയാൽ ഗോൽഗോത്തയിൽ പോയിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. യെരൂശലേമിൽ ഗോൽഗോത്തയിൽ പോയിട്ടുള്ളവർ, ആ കണ്ണാടി പെട്ടിക്കകത്ത് പിളർന്ന പാറകളെ ഇന്ന് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. കാർബൺ ഡേറ്റിംഗ് അനുസരിച്ച് ജിയോളജിസ്റ്റും ജിയോഗ്രഫിസ്റ്റും ഒക്കെ പറയുന്നത് ഈ പാറ പിളർന്നത് എപ്പോഴെന്നറിയാമോ? AD 26-നും 36-നും ഇടയ്ക്ക് ചാവുകടൽ പ്രഭവ കേന്ദ്രമായി ഒരു ഭൂമി കുലുക്കം ഉണ്ടായത്രേ. ചാവുകടൽ പ്രഭവ കേന്ദ്രമായി ഒരു ഭൂമി കുലുക്കമുണ്ടായി. ചാവുകടൽ എന്ന് പറയുന്നത് ഭൂമിയുടെ ഏറ്റവും അടിത്തട്ടാണ്. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ലാത്തതാണ് ഇവിടെ പറയുന്നത്. കാരണം ദാഹമുള്ളതായി ഒരു കൂട്ടം ജനമുണ്ടെങ്കിൽ ദൂതിന്റെ ആഴം വർദ്ധിക്കും. I'm in a safe place. Oh, hallelujah. ചാവുകടൽ എന്ന് പറയുന്നത് ഭൂമിയുടെ അടിത്തട്ടാണ്. അതിന്റെ പ്രഭവ കേന്ദ്രമായി ഒരു ഭൂമി കുലുക്കമുണ്ടായി. അങ്ങളെ, ഭൂമിയുടെ അടിത്തട്ടിൽ അതേ ഒരു പ്രഭവ കേന്ദ്രമായി ഒരു ഭൂമി കുലുക്കം ഉണ്ടായത് എങ്ങനെയാ? അതേ, മറ്റേ പഴയ പാമ്പില്ലേ, അവന്റെ തല തകർന്നപ്പോഴാണ് അവിടെ
അതാ പ്രഭവ കേന്ദ്രം, അതാ പ്രഭവ കേന്ദ്രം. ഡെലിവറൻസ്, 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 വിടുതൽ, വിടുതൽ. ദേശത്ത് സഭയുണ്ടെങ്കിൽ അതൊരു വിടുതലിന്റെ സഭയായിരിക്കും. ദേശത്തൊരു ശുശ്രൂഷകനുണ്ടെങ്കിൽ പോയിന്റ് തള്ളുന്നവനല്ല, അവൻ വാതുറക്കുന്നെങ്കിൽ തീയായിരിക്കും വെളിപ്പെടുന്നത്. അവൻ കൈവെക്കുന്നെങ്കിൽ ചങ്ങലകൾ പൊട്ടും. അവൻ വിരൽ ചുണ്ടെന്നെങ്കിൽ ഭൂതം വിറയ്ക്കും. അവൻ യേശുവിന്റെ നാമം പറയുമ്പോൾ മന്ത്രവാദിയുടെ പണി അതേ പൂട്ടും, പണിപ്പുര പൂട്ടും. ദൈവത്തിന്റെ കൃപയാൽ ആത്മാക്കൾ വിടുവിക്കപ്പെടും. ചാവുകടലിന്റെ അടിത്തട്ട് പ്രഭവ കേന്ദ്രമായി ഒരു ഭൂമി കുലുക്കമുണ്ടായപ്പോൾ സ്തോത്രം, അതേ പാറകൾ പിളർക്കപ്പെട്ടു എന്ന്. പിശാചിന്റെ പദ്ധതി നിന്റെ ജീവിതത്തിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് തകർക്കപ്പെടുമ്പോൾ നിന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം ഉണ്ടാകാൻ പോകുന്നത്. നിനക്ക് ഒരിക്കലും നീ ഗുണം പിടിക്കല്, നിന്റെ പിള്ളേരും നന്നാകല്, അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടാകല്, അവർക്ക് ഭാവി ഉണ്ടാകല്, ഒന്നിന് പോലും സ്വസ്ഥത ഉണ്ടാകല്, അതേ ആരോഗ്യം ഉണ്ടാകല്ലെന്ന് ഏതെങ്കിലും മന്ത്രവാദി, ഏതെങ്കിലും ആഭിചാരക്കാരൻ സ്തോത്രം കുരുക്കിയിട്ടിട്ട് ഈ വെബ് സ്ട്രീമിന് പോലും അവൻ ഒളിച്ചു നോക്കുന്നെങ്കിൽ ഞാൻ പറയട്ടെ, നിന്റെ മാസ്റ്റർ ലൂസിഫറിന്റെ തല പണ്ടേ കാൽവരി ക്രൂസിന്മേൽ വെച്ച് തകർന്നതാണ്. Jesus, 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 Jesus. അതുകൊണ്ട് സൃഷ്ടിക്ക് മാറ്റമുണ്ട്. പിശാചിന്റെ പ്രവൃത്തികൾ അഴിയപ്പെട്ടത് കൊണ്ട്, ശത്രുവായ സാത്താന്റെ തല തകർക്കപ്പെട്ടത് കൊണ്ട് ഈ ജനത്തിന്റെ സ്ഥിതിക്ക് വ്യത്യാസമുണ്ടെന്ന്. സൃഷ്ടിക്ക് വ്യത്യാസമുണ്ട്, ഈ ജനത്തിന്റെ സ്ഥിതിക്ക് വ്യത്യാസമുണ്ട്. നിന്റെ ആരോഗ്യത്തിന്, നിന്റെ സമ്പത്തിന്, നിന്റെ തലമുറയ്ക്ക്, അതിലുപരി നിന്റെ ആത്മീയത്തിന്, നിന്റെ സ്ഥിതിക്ക് വ്യത്യാസമുണ്ട്. 3 പേരെ നോക്കി പറ, നിങ്ങളുടെ സ്ഥിതി മാറാൻ പോകുന്നു. പറ, നിങ്ങളുടെ സ്ഥിതി മാറാൻ പോകുന്നു. ദൈവദാസനെ, നീ വന്നതല്ല, ദൈവം നിന്നെ കൊണ്ടുവന്നതാ. അവസാന സെക്കൻഡ് വരെ നീ വരണ്ട എന്ന് വിചാരിച്ചതാണ്. പല നിരുത്സാഹ ശബ്ദം നീ കേട്ടതാണ്. എന്നാൽ നീ വന്നതല്ല, ദൈവം നിന്നെ കൊണ്ടുവന്നതാണ്. ഇവിടെ നിന്ന് പോകുമ്പോൾ ഒരു പാക്കേജോടെ ആയിരിക്കും ദൈവം നിന്നെ അയക്കുവാൻ വേണ്ടി പോകുന്നത്. സ്ഥിതി മാറുവാൻ പോകുകയാണ്. പാറകൾ പിളർന്നു, പാറകൾ പിളർന്നു. കഠിനമായി കിടക്കുന്ന വിഷയങ്ങൾക്ക് വിടുതലുണ്ടെന്ന്. കഠിനമായി കിടക്കുന്നത്, വർഷങ്ങളായി പ്രാർത്ഥിക്കുന്നത്, വർഷങ്ങളായി പ്രാർത്ഥിക്കുന്നത് കഠിന വിഷയങ്ങൾ, കഠിന വിഷയങ്ങൾ പിളർക്കട്ടെ, പിളരട്ടെ. ഇംപോസിബിൾ എന്ന് നിന്റെ ബുദ്ധി പറയുന്നു. കഠിന വിഷയങ്ങൾ. യെസ് 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 Yes, 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 yes. Yes, 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 yes. Erekeri andulira baushanda. Alakameri andororo bokose. യേശുവിന്റെ നാമത്തിൽ കഠിന വിഷയങ്ങൾക്ക് വിടുതലുണ്ട്. അത് പറയുമ്പോൾ ഞാൻ കണ്ടത് മാനസിക രോഗങ്ങൾ, മാനസിക രോഗത്തിന്റെ ചങ്ങലകൾ പൊട്ടിപ്പോകുകയാണ്. ഡിപ്രഷൻ, ഡിപ്രഷൻ. Yes. Yes. Yes, aleke. Amjula pravajjane ragandala raganjane raganduro raganjana digambare. Vathinamanavaram dere bale bere lokho. യേശുവിന്റെ നാമത്തിൽ ഗുളിക കഴിച്ചാൽ നീ മയങ്ങിക്കിടക്കും. കർത്താവ് തൊട്ടാൽ അതെവിടെ പോയെന്ന് പോലും അറിയാതെ വണ്ണം വാടിയ ചീര പോലെ കിടക്കുന്ന ദൂതാണ് ദൂത്. വാടിയ ചീര പോലെ കിടക്കുന്ന സകലതും ജീവിതത്തിന്റെ ലക്ഷ്യത്തിലേക്ക് ദൈവത്തിന്റെ കൃപയാൽ കുതിച്ചു കയറട്ടെ. Yes, in Jesus' name. പാറകൾ പിളരുന്ന ശബ്ദം, പാറകൾ പിളരുന്ന ശബ്ദം, പാറകൾ പിളരുന്ന ശബ്ദം. 25-ാം തീയതി പകൽക്കാലം കഠിനമായി കിടക്കുന്ന വിഷയങ്ങൾക്ക് in Jesus' name വിടുതലുണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ. അത് പറയുമ്പോൾ തന്നെ പറയട്ടെ, ചിലതിന്റെ ഹൃദയം സ്തോത്രം പാറ പോലെയാണ്. ഓ സ്തോത്രം, എത്ര ദൂത് കേട്ടാലും, എത്ര പ്രസംഗം കേട്ടാലും, ബ്യൂട്ടിഫുൾ ടീച്ചിങ്. ലെറ്റ് മീ ടെൽ യു, ഇൻ ജീസസ് നെയിം, നാഷണലി ഇന്റർനാഷണലി വൺ ഓഫ് ദ ബെസ്റ്റ് ടീച്ചിങ് ആണ് ഓരോ ഞായറാഴ്ചകൾ സ്തോത്രം അത് ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് വെളിപ്പെടുന്നത്. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, നമ്മൾ എത്രയോ ഭാഗ്യമുള്ളവർ. പറഞ്ഞാട്ടെ,
നമ്മൾ എത്രയോ ഭാഗ്യമുള്ളവർ. എന്നാൽ എത്ര നല്ല ടീച്ചിങ് കിട്ടിയാലും, എത്ര നല്ല ദൂത് കിട്ടിയാലും പാറ പോലെ കഠിന ഹൃദയമുള്ളവർ. എന്നാൽ ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട്. തിരുവനന്തപുരത്ത് കണ്ടിട്ടുണ്ട്, മറ്റ് സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്. സ്തോത്രം. റോക്കറ്റ് പോലെ ചിലത് പൊങ്ങുന്നത്, റോക്കറ്റ് പോലെ ചിലർ അനുഗ്രഹിക്കപ്പെടുന്നത്, അവന്റെ മുൻപിൽ വാതിലുകൾ തുറക്കുന്നത്, ഫേവർ പെയ്തിറങ്ങുന്നത്, ഗാളി ഫേവർ പെയ്തിറങ്ങുന്നത് അവരുടെ പേരിന്റെ കൂടെ IPS ഉള്ളത് കൊണ്ടല്ല, അവിടെ സ്തോത്രം അതേ ഡിഗ്രി, അവർക്ക് നീളമുള്ള ഡിഗ്രി ഉള്ളത് കൊണ്ടല്ല, നോട്ട് സംതിങ് എൽസ്. പക്ഷേ സ്തോത്രം ദൈവത്തിന്റെ വചനത്തിന് മുൻപിൽ അവർ വിറയ്ക്കുന്നത് കൊണ്ട്. ദൈവത്തിന്റെ വചനത്തിന് മുൻപിൽ വിറയ്ക്കാൻ ആരേലും ഉണ്ടോ? ഇന്ന് പകലും ഹൃദയം കഠിനമാക്കാതെ, ജഡ്ജ് ചെയ്യാതെ, മുൻവിധിയോടെ ഇരിക്കാതെ, കുറ്റം പറയാതെ, ഓ ഹല്ലേലൂയ, ഇന്ന് പകലും ഹൃദയം മെഴുകുപോലെ ഉരുകുമ്പോൾ, ഹൃദയങ്ങൾ ഒന്ന് തകർക്കപ്പെടട്ടെ വചനത്തിന് മുൻപിൽ. കർത്താവ് പറഞ്ഞു, എന്റെ വചനം പാറയെ തകർക്കുന്ന. നിങ്ങൾ കേട്ടില്ല? എന്റെ വചനം, കർത്താവ് പറഞ്ഞു, എന്റെ വചനം പാറയെ തകർക്കുന്ന ചുറ്റിക പോലെ. യിരെമ്യാ 23:29. യേശുവിന്റെ നാമത്തിൽ കഠിന ഹൃദയങ്ങൾ തകർക്കപ്പെടട്ടെ. എനിക്ക് ആ പ്രവാചകനെ അറിയാം, എനിക്ക് മറ്റേ ദൈവദാസനെ അറിയാം, മറ്റവൻ്റെ ഫോൺ നമ്പർ എനിക്കറിയാം, മറ്റേ മിനിസ്ട്രി നിനക്കറിയാം. അതാണ് നിനക്ക് കുഴപ്പം. നിനക്ക് മനുഷ്യരെ അറിയാം, നിനക്ക് കർത്താവിനെ അറിയത്തില്ല. നിനക്ക് മനുഷ്യരെ അറിയാം, മിനിസ്റ്റേഴ്സിനെ അറിയാം, ദൈവദാസന്മാരെ അറിയാം, നിനക്ക് കർത്താവിനെ അറിയത്തില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം ഓൺലൈൻ വാച്ച് ചെയ്യുന്നവർ ഉൾപ്പെടെ ഉള്ളവരെ നോക്കി പറഞ്ഞാട്ടെ, മനുഷ്യനെ നമുക്ക് കുറച്ചറിയാം, കർത്താവിനെ കൂടുതലായി അറിയാം. അവിടെയാണ് വിടുതൽ. മനുഷ്യനെ കുറച്ചറിഞ്ഞാൽ മതി, കർത്താവിനെ അറിയേണ്ട വണ്ണം അറിവോ. ഹൃദയങ്ങൾ രൂപാന്തരപ്പെടട്ടെ, ആറ്റിറ്റ്യൂഡ് മാറട്ടെ. ദൈവദാസന്മാരെയല്ല നീ അറിയേണ്ടത്, ദൈവത്തെയാണ് അറിയേണ്ടത്. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, ദൈവത്തെ അറിയണം. ദൈവത്തെ അറിയണം. പറ വേറൊരാളുടെ നോക്കി പറ, ദൈവത്തെ അറിയണം. പെട്ടെന്ന് പറ, ദൈവത്തെ അറിയണം. ദൈവദാസന്മാരെയല്ല അറിയേണ്ടത്. മൈക്രോസ്കോപ്പ് മിനിസ്ട്രി ദൈവദാസന്മാരെയല്ല അറിയേണ്ടത്. ടെലസ്കോപ്പ് മിനിസ്ട്രി ദൈവദാസന്മാരെ. അങ്കിളിന് മനസ്സിലായില്ല, ഞാൻ തിരുവനന്തപുരം മലയാളം, സോറി. സ്തോത്രം. അതെ ദൈവദാസന്മാരെയല്ല നീ അറിയേണ്ടത്, ദൈവത്തെയാണ് നീ അറിയേണ്ടത്. യേശുവിന്റെ നാമത്തിൽ. അപ്പം നിന്റെ ഹൃദയം രൂപാന്തരപ്പെടുന്നു. കല്ലായ ഹൃദയം മാറുന്നു. കല്ലായ ഹൃദയം മാറട്ടെ. ബേഥേലേജി വേണ്ട. ഫറവോന്റെ ഹൃദയം കഠിന ഹൃദയം, യേശുവിന്റെ ഹൃദയം ഉടഞ്ഞ ഹൃദയം. ഫറവോന്റെ ഹൃദയം കഠിന ഹൃദയം മാറി ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ വചനത്തിന് മുൻപിൽ വിറയ്ക്കുന്ന ദാഹമുള്ള ഹൃദയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ തലമുറയിൽ ഒരു ചരിത്രം മെനയുവാൻ തമ്പുരാൻ നിന്റെ കയ്യിലെടുക്ക്. നിന്റെ ഹൃദയം മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ മഹത്വം വ്യാപരിക്കുന്നു. ഹൃദയം മാറട്ടെ. ആറ്റിറ്റ്യൂഡുകൾ മാറട്ടെ. വേണ്ടേ ആറ്റിറ്റ്യൂഡുകൾ മാറട്ടെ. ഹല്ലേലൂയ. രണ്ട് കരങ്ങളും ആ ഹൃദയ ഭാഗത്ത് ചേർത്ത് വെച്ച് പറഞ്ഞാട്ടെ, എൻ്റെ ഹൃദയത്തെ മാറ്റും കർത്താവേ. അഹങ്കാരത്തിൻ്റെ ഹൃദയം മാറ്റും കർത്താവേ. പാരമ്പര്യം പറയുന്ന ഹൃദയത്തെ മാറ്റും കർത്താവേ. ഇന്നലകളെ നോക്കി അഹങ്കരിക്കുന്ന അഹങ്കാരത്തിൻ്റെ ഹൃദയങ്ങളെ മാറ്റും. സ്പിരിച്വൽ പ്രൈഡിനെ മാറ്റും. ആത്മീയ നികളത്തെ മാറ്റും. ഒരു കുഞ്ഞിൻ്റെ ഹൃദയത്തെ നീ എനിക്ക് തരണമേ. ദാഹമുള്ള ഹൃദയം നീ എനിക്ക് തരണമേ. മേക്ക് മീ എ ബ്രോക്കൺ ഹാർട്ട് person before your presence of God. അങ്ങയുടെ സന്നിധിയിൽ ഒരു തകർന്ന ഹൃദയം നീ എനിക്ക് തരണമേ. കർത്താവിന്റെ മുൻപിൽ ഒരു തകർന്ന ഹൃദയം നീ എനിക്ക് തരണമേ. ഞാൻ ഇന്ന് തുറന്ന് പ്രസംഗിക്കില്ലായിരിക്കാം, പക്ഷെ നോ പ്രോബ്ലം. ഇന്ന് പകൽക്കാലം എനിക്ക് വേണ്ടിയത് പ്രസംഗമല്ല, എനിക്ക് വേണ്ടിയത് അവന്റെ പ്രസൻസ് ആണ്. ജീവിതങ്ങളെ മാറ്റുന്ന ആത്മീയ മണ്ഡലത്തെ മാറ്റുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങട്ടെ. നിന്റെ പള്ളിയല്ല മാറേണ്ടത്, നിന്റെ മീശയല്ല മാറേണ്ടത്, നിന്റെ ആഭരണമല്ല മാറേണ്ടത്. നീ അത് ചെയ്തോ, ഞാൻ സല്യൂട്ട് ചെയ്യുന്നു. ബട്ട് മച്ച് മോർ ദാൻ ദാറ്റ്, അതിനേക്കാൾ നിന്റെ ഹൃദയം മാറട്ടെ. ഹല്ലേലൂയ. പാറകൾ പിളർക്കപ്പെട്ടു. പാറയാണോ? അതിൽ യാതൊരു നന്മയും കാണത്തില്ല. മത്തായി 13 കിങ്ഡം പ്രിൻസിപ്പിൾ കർത്താവ് പറഞ്ഞപ്പോൾ, മത്തായി 13 ദൈവരാജ്യത്തിൻ്റെ ഉപമ പറഞ്ഞപ്പോൾ, എത്ര നല്ല വിത്താണെങ്കിലും ആ വിത്തിനെ എടുത്ത് പാറയിലിട്ടാൽ അവിടെ ഒരു ഫലവും കാണത്തില്ല. പാറയിൽ ഒരു കൊയ്ത്തില്ല. പിശാച് നിന്ന് നോക്കി പറയുന്നു, നിന്നിൽ നിന്ന് ഒരു നന്മയുമില്ല. ആ ചെറുക്കനിലൊരു നന്മയുമില്ല. ആ പെണ്ണ് പഠിച്ചു, പക്ഷെ ഒരു നന്മയുമില്ല. പാറയിലാണ്
വിതച്ചിരിക്കുന്നത്. അവളിൽ ഒരു നന്മയില്ല. എന്നാൽ 2ാം ക്ലാസ്സിൽ എന്നെ പഠിപ്പിച്ച ആ ടീച്ചറിൻ്റെ ക്ലാസ് ഞാൻ ഓർത്തുപോകുകയാണ്. ആ ടീച്ചർ എങ്ങനെയാണ് പറഞ്ഞത്? സ്തോത്രം, പാറ പൊടിഞ്ഞാൽ മണ്ണുണ്ടാകും. നിങ്ങൾ കേട്ടില്ല, നിങ്ങൾ പോയില്ല 2ാം ക്ലാസ്സിൽ. ആ ക്ലാസ്സിൽ നിങ്ങൾ ഉറങ്ങി. സ്തോത്രം, അതെ, പാറ പൊടിഞ്ഞാൽ മണ്ണുണ്ടാകും. എവിടെയാണോ, ഏത് വീട്ടിലാണോ ദേവദാസനെ കൊയ്ത്തില്ലാത്തത്, എവിടെയാണോ നന്മയില്ലാത്തത്, ക്രൂശിൽ 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 വിടുതലുണ്ട്. അങ്ങനെ ക്രൂശിൽ വ്യത്യാസമുണ്ട്. ക്രൂശിൽ വ്യത്യാസമുണ്ട്. ക്രൂശിന് പാറകളെ പൊടിപ്പാൻ ശക്തിയുണ്ട്. ഇന്ന് പകലുള്ളതായ പ്രൊഫറ്റിക് അട്ടറൻസ് ഇതാണ്: നിന്റെ സ്ഥിതിയെ ദൈവം മാറ്റിയിട്ട് കഠിനമായ പാറ പോലെ ആയിരിക്കുന്ന സ്ഥാനത്ത് ഒരു കൂട്ടം വളക്കൂറുള്ള ഒരു മണ്ണാക്കി. ഒരു കൂട്ടം നല്ല വളക്കൂറുള്ള മണ്ണാക്കി. അതിനർത്ഥം യേശുവിൻ്റെ നാമത്തിൽ നിന്റെ ജീവിതത്തിൽ ഒരംശം പോലും തരിശല്ല. സ്വന്തം കരത്തെ തലമേൽ വയ്ക്കാൻ വരട്ടെ. ചില സമയത്ത് നമുക്ക് ഈ പബ്ലിക് പിശാചിനെ ശാസിക്കാൻ എന്തോ ഉത്സാഹം എന്നറിയോ, പബ്ലിക് പിശാചിനെ ശാസിക്കാൻ. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഈ പ്രൈവറ്റ് പിശാചിനെ നമ്മൾ ശാസിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് സ്വന്തം തലയിൽ കരങ്ങളെ വെച്ച് പറഞ്ഞാട്ടെ, എന്നിൽ തരിശില്ല. പെട്ടെന്ന് പറ, എന്നിൽ തരിശില്ല. പറഞ്ഞാട്ടെ, എന്നിൽ പറക്കാരയില്ല. പറ, എന്നിൽ മുള്ളില്ല. യേശുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ ആ വലത് കരങ്ങളെ തലമേൽ വെച്ച് പറഞ്ഞാട്ടെ, ഞാൻ ഫലഭൂയിഷ്ടമുള്ള മണ്ണാണ്. ഞാൻ ഫലഭൂയിഷ്ടമുള്ള മണ്ണാണ്. നീ ഫലഭൂയിഷ്ടമുള്ള മണ്ണാണ്. ചുറ്റൂരിക്കുന്ന 5 പേരെ നോക്കി വിരൽ ചൂണ്ടി പ്രവചിച്ചു പറഞ്ഞേ, നിങ്ങൾ ഫലഭൂയിഷ്ടമുള്ള മണ്ണാണ്. പറ, 5 പേരെ നോക്ക്. ആ ജനം പ്രവചിച്ചാ പറയുന്നത്. ചുമ്മാ കൊച്ചുവർത്താനല്ല പറയുന്നത്, അവർ പ്രവചിച്ചാ പറയുന്നത്. ഹല്ലേലൂയ, നീ ഫലഭൂയിഷ്ടമുള്ള മണ്ണാണ്. നിന്റെ കസിൻസിന്റെ നടുവിൽ, തുറച്ചു നോക്കിയ നിന്റെ അമ്മായിയപ്പന്റെ മുൻപിൽ, ഓ ഹല്ലേലൂയ, കുറ്റം പറയുന്ന ജനത്തിന്റെ നടുവിൽ നീ മരുഭൂമിയല്ല, പകരം നീ നിന്റെ 1 ഇഞ്ച് പോലും തരിശല്ല. യേശുവിന്റെ നാമത്തിൽ ഇസ്രായേൽ ചെന്ന് നോക്കുമ്പോൾ എപ്പോഴും എന്തെങ്കിലും ഹാർവസ്റ്റ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ മാതളത്തിൻ്റെ ആയിരിക്കും, ചിലപ്പോൾ മറ്റു പഴങ്ങളായിരിക്കും, ചിലപ്പോൾ യവത്തിൻ്റെ ആയിരിക്കും. അത് കഴിയുമ്പോൾ ഗോതമ്പിൻ്റെയാണ്. അവന് കൊയ്ത്തില്ലാത്ത ദിവസങ്ങളില്ല. നിങ്ങൾ വിചാരിക്കുന്നത് ആഗസ്റ്റ് സെപ്റ്റംബർ മാത്രം കൊയ്തിട്ട് പിന്നെ പുള്ളി സ്തോത്രം വിശ്രമിക്കുന്നു എന്നാണ്. ഞാൻ പറയുന്നത് നോ. കൺവെൻഷൻ സീസണ് മാത്രം ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ആ കൊയ്ത്തല്ല ഞാൻ പറയുന്നത്. 360 Yes. പ്രാപിക്ക യേശുവിന്റെ നാമത്തിൽ. തുടർന്നുള്ള ദിവസങ്ങൾ വെളിപ്പെടുകയാണ്. നിന്റെ 1 ദിവസം പോലും തരിശല്ല. നിന്റെ 1 ആഴ്ച പോലും ചുമ്മാ പോകത്തില്ല. നിന്റെ 1 വർഷം, 1 മാസം പോലും വെറുതെ പോകത്തില്ല. യേശുവിന്റെ നാമത്തിൽ എന്നും കൊയ്ത്താണ്. പറ, എന്നും കൊയ്ത്താണ്, എപ്പോഴും കൊയ്ത്താണ്. ഒരിക്കൽ കൂടെ ബേഥേലിന്റെ സ്ലോഗനാണ് ഞാൻ പറഞ്ഞത്, എന്നും കൊയ്ത്ത്, എപ്പോഴും കൊയ്ത്ത്. എഴുതിയിട്ട് കാണാതെ പഠിക്ക്. വന്നിട്ടില്ലാത്ത എല്ലാവരോടും പറ, തിരുവനന്തപുരത്ത് നിന്ന് ഒരു നൊട്ടോറിയസ് പ്രീച്ചർ വന്ന് പറഞ്ഞേച്ചു പോയി. അവന്റെ സ്വസ്ഥത കളഞ്ഞു. ഞാൻ വിചാരിച്ച കൊറോണ കാലത്തെ റെസ്റ്റ് എടുക്കാമെന്നാണ്. എന്നാൽ യേശുവിന്റെ നാമത്തിൽ നിന്റെ സ്റ്റാഗ്നേഷൻ ക്യാൻസലായി. നിനക്ക് മാത്രം ഈ ദൂത് ഏറ്റെടുക്കുന്ന നിനക്ക് മാത്രം. പാരമ്പര്യം പറയുന്നവനല്ല, കുടുംബമഹത്വം പറയുന്നവനല്ല, ഡോളറിലും ദിനാറിലും ദ്രഹാമിലും പൊതിയുന്നവനല്ല. പകരം സ്തോത്രം നിനക്ക് മാത്രം. ദൈവത്തിന്റെ സന്നിധിയിൽ കഠിന ഹൃദയങ്ങളെ ഉടച്ച്, വചനത്തിന് മുൻപിൽ വിറച്ച്, ആത്മാവിന്റെ ചലനത്തിന് ഏൽപ്പിക്കപ്പെടുന്ന നിനക്ക് എന്നും കൊയ്ത്താണ്, എപ്പോഴും കൊയ്ത്താണ്, എവിടെയും കൊയ്ത്താണ്. യേശുവിന്റെ നാമത്തിൽ അടുത്തിരിക്കുന്ന നോക്കി പറഞ്ഞാട്ടെ, എനിക്കെന്നും സീസണാ. പെട്ടെന്ന് പറ,
എനിക്കെന്നും സീസണാ, എനിക്കെന്നും സീസണാ, എനിക്കെന്നും സീസണാ. ഓ ഹല്ലേലൂയ. അതെ, വേറെ ചിലര് കലണ്ടർ നോക്കി വാച്ചും നോക്കി, കലണ്ടറും നോക്കി വാച്ചും നോക്കി, കലണ്ടറും നോക്കി വാച്ചും നോക്കി സീസൺ കഴിഞ്ഞ് ഇനി അടുത്ത സീസണിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ അഭിഷിക്തൻ പറയട്ടെ, ആരടാ എനിക്ക് എന്നും കൊയ്ത്താടോ? അത് സൗത്ത് ഇന്ത്യ ആയിരിക്കാം, അത് നോർത്ത് ഇന്ത്യ ആയിരിക്കാം, അത് ആഫ്രിക്ക ആയിരിക്കാം, അത് ലാറ്റിൻ അമേരിക്ക ആയിരിക്കാം. ഇൻ ജീസസ് നെയിം ഞാൻ ഇന്ന് പകൽ ഒരു ശക്തമായ ദൂത് പറയട്ടെ. ഞാൻ ഒത്തിരി പ്രീച്ചേഴ്സിനെ കണ്ടിട്ടുണ്ട്, ദൈവദാസനെ. ചിലർ പറയും മലയാളിയുടെ നടുവിൽ ഞാൻ ജ്വലിച്ചു, പക്ഷെ തമിഴ്നാട് പോയപ്പോൾ പുകഞ്ഞു. വേറെ ചിലർ പറയാറുണ്ട് അത് തെക്കേ ഇന്ത്യ നല്ല ഓളായിരുന്നു, പക്ഷേ സ്തോത്രം വടക്കേ ഇന്ത്യയിൽ പോയപ്പോൾ അങ്ങ് അണഞ്ഞു പോയി. എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ സ്തോത്രം ഈ ദൂതിന്റെ മുൻപാകെ ഏറ്റെടുക്കുന്നവൻ പറയും, ഏത് കൾച്ചറിലും എനിക്ക് കൊയ്ത്താണ്, എവിടെയും എനിക്ക് കൊയ്ത്താണ്, എന്നും കൊയ്ത്താണ്, എപ്പോഴും കൊയ്ത്താണ്. പാറകൾ ഉടയട്ടെ, ഓ നന്മകൾ വെളിപ്പെടട്ടെ. പാറകൾ ഉടയപ്പെട്ടിട്ട് പഠിച്ചു ഫലമില്ല, കോഴ്സ് ഫിനിഷ് ചെയ്തു ഫലമില്ല, പലത് സർട്ടിഫിക്കറ്റ് വന്നു ഫലമില്ല എന്ന് പറയുന്ന യുവ തലമുറകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പ്രവാചകനാകുന്ന ഞാൻ നന്മയുടെ കൊയ്ത്തിനെ റിലീസ് ചെയ്യുകയാണ്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന 3 പേരെ നോക്കി പറഞ്ഞാട്ടെ, സ്തോത്രം. അവസ്ഥ മാറുകയാണ്, അവസ്ഥ മാറുകയാണ്, അവസ്ഥ മാറുകയാണ്, അവസ്ഥ മാറുകയാണ്, അവസ്ഥ മാറുകയാണ്, അവസ്ഥ മാറുകയാണ്. കഴിഞ്ഞ 20 വർഷം കടൽ പിന്നോട്ട് മാറിയതുപോലെ ദൈവം നിന്നെ മൗനതയിലേക്ക് ഇട്ടിട്ട് വീണ്ടും ഉപവാസ പ്രാർത്ഥനയ്ക്ക് തള്ളിക്കൊണ്ടുവന്നെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ സ്ഥിതി മാറുകയാണ്. ഓ കം ഓൺ. സ്ഥിതി മാറുകയാണ്, സ്ഥിതി മാറുകയാണ്, സ്ഥിതി മാറുകയാണ്, സ്ഥിതി മാറുകയാണ്, സ്ഥിതി മാറുകയാണ്. വീണ്ടും വേദപുസ്തകം പറയുന്നു, കല്ലറകൾ തുറന്നു, കല്ലറകൾ തുറന്നു, കല്ലറകൾ തുറന്നു. പ്രൊഫറ്റിക് റിലം ഓപ്പൺ ആയിരിക്കുന്ന ഇന്ന് പകൽക്കാലം, എനിക്ക് ഇവിടെ ഇത് പറയാൻ പറ്റത്തുള്ളൂ. പ്രൊഫറ്റിക് റിലം ഇന്ന് പകൽക്കാലം ഓപ്പൺ ആയിരിക്കുന്ന ഈ ദിവസത്തിൽ സ്തോത്രം, അതേ നിന്റെ അകത്തെ മനുഷ്യന്റെ കണ്ണും തുറക്കും, അകത്തെ മനുഷ്യന്റെ ചെവിയും തുറക്കും. Yes, 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 yes. അഗ്നിയാശ്വങ്ങളുടെ, അഗ്നിരഥങ്ങളുടെ, അഗ്നിയാശ്വങ്ങളുടെ, അഗ്നിരഥങ്ങളുടെ കുതിര കുളമ്പടി ശബ്ദം ആത്മാവിൽ കേൾക്കുന്ന ദൈവജനം തിരിച്ചറിയട്ടെ, നിന്റെ അകത്തെ മനുഷ്യന്റെ ചെവി തുറന്നിരിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ എന്തെങ്കിലും തുറക്കുന്ന ശബ്ദങ്ങളുണ്ടെങ്കിൽ, യേശുവിൻ നാമത്തിൽ എന്തെങ്കിലും തുറക്കുന്ന ശബ്ദം നീ കേൾക്കുന്നുവെങ്കിൽ, ഒരിക്കലും തുറക്കത്തില്ല, ആർക്കും തുറന്നിട്ടില്ല, ഒരിക്കലും തുറക്കത്തില്ല, ആർക്കും തുറക്കത്തില്ലെന്ന് പറയുന്നെങ്കിൽ, ക്രൂശിൽ ആശ്രയിക്കുന്നവന് വേറെ ആർക്കും നടക്കാത്തത് നിന്റെ ജീവിതത്തിൽ യഫഥാ തുറന്നു വരുന്നു, യഫഥാ തുറന്നു വരുന്നു. കല്ലറകൾ തുറന്നു. ദേവദാസനെ, ഇത് കുഞ്ഞു കളിയല്ല, നൂറ്റാണ്ടുകളായി അടഞ്ഞു കിടന്നതാ, ഇത് നൂറ്റാണ്ടുകളായി അടഞ്ഞു കിടന്നതാ, നൂറ്റാണ്ടുകളായി അടഞ്ഞു കിടന്നതാ. സ്തോത്രം. അതിൽ അബ്രഹാമിന്റെ കല്ലറയുണ്ട്, ഭക്തന്മാരുടെ പേര് നിങ്ങൾ തന്നെ പറ, ദാവീദിന്റെ കല്ലറയുണ്ട്. സ്തോത്രം. അതേ വിശുദ്ധന്മാരുടെ കല്ലറകൾ തുറന്നു. അർത്ഥം യേശുവിൻ നാമത്തിൽ സ്തോത്രം. സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഓപ്പണിങ്സ്. ചത്ത് കിടക്ക. വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ പറഞ്ഞു, ഡ്യൂ ടു പാൻഡമിക് വി ആർ ക്ലോസ്ഡ്. എന്നാൽ ചത്ത് കിടക്കുന്ന യൂണിവേഴ്സിറ്റികൾ തുറന്നു വരട്ടെ. അഡ്മിഷൻ ഇല്ല, അഡ്മിഷൻ കൊടുക്കാതെ അടഞ്ഞു കിടക്കുന്ന യൂണിവേഴ്സിറ്റി മണ്ഡലങ്ങൾ പ്രവചിച്ചു തുറന്നാട്ടെ. ദൈവമക്കളെ, യേശുവിന്റെ നാമത്തിൽ തുറന്നു വരട്ടെ. അടഞ്ഞു കിടക്കുന്ന എംബസികൾ
ഓഹോ. ഇന്ന് പകൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു പ്രൊഫറ്റിക് കൂട്ടായ്മയുടെ പിക്ചർ ആകുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ പ്രവചിക്കാൻ വേണ്ടി പോകുകയാണ്. അടുത്ത ദിവസങ്ങളിൽ ബ്രേക്കിംഗ് ന്യൂസ്, ബ്രേക്കിംഗ് ന്യൂസ്, ബ്രേക്കിംഗ് ന്യൂസ്. കരങ്ങളെ അടച്ച് അടഞ്ഞു കിടക്കുന്ന മണ്ഡലങ്ങൾ തുറക്കട്ടെ. കഴിഞ്ഞ വർഷം യഹൂദന്റെ 2020 യഹൂദന്റെ കലണ്ടറിൽ ഇയർ ഓഫ് പ്രൊക്ലമേഷൻ ആയിരുന്നു. ഈ യഹൂദന്റെ കലണ്ടറിൽ കഴിഞ്ഞ വർഷം ഇയർ ഓഫ് പ്രൊക്ലമേഷൻ ആയിരുന്നു. ചെകുത്താൻ എന്ത് പറഞ്ഞെന്നറിയോ? സ്തോത്രം, അതെ, ഒന്നല്ല, ഒരെണ്ണം കൂടെ പുറത്തേക്ക് വെച്ച് വാ അടച്ച് മിണ്ടാതിരിക്ക്. എന്നാൽ പിശാച് യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഞങ്ങൾ പറയുന്നു, മനസ്സിലടോ അടഞ്ഞു കിടക്കുന്ന സകലതും തുറന്നു വരട്ടെ. വിവാഹങ്ങൾ തുറന്നു വരട്ടെ. അഡ്മിഷൻസ് തുറന്നു വരട്ടെ. ആരാധന മണ്ഡലങ്ങൾ തുറന്നു വരട്ടെ. ഓപ്പൺ എയർ മീറ്റിംഗ്സ് തുറന്നു വരട്ടെ. ഞാൻ വീണ്ടും പറയാ, ഇന്ത്യയുടെ സകല ഗ്രൗണ്ടുകളും സ്റ്റേഡിയങ്ങളും ക്രൂസൈഡുകൾക്കായി തുറന്നു വരട്ടെ. ഗവൺമെന്റിനോട് ഞങ്ങൾ പ്രവചിക്കുന്നു, സ്റ്റേറ്റ് ഗവൺമെന്റ്, ഹിയർ മീ ടുഡേ ഇൻ ജീസസ് നെയിം. തുറന്നു വരിക. തുറന്നു വരട്ടെ, തുറന്നു വരട്ടെ. കടലിനെ തുറന്നവനാ തമ്പുരാൻ. പിന്നെയാ ഇത് കടലിനെ തുറന്ന തമ്പുരാന കൊറോണ അടിച്ച് പസഫിക് ഓഷനിൽ കളഞ്ഞിട്ട് യേശുവിന്റെ നാമത്തില് ദിവസങ്ങൾക്കുള്ളിൽ കണ്ടിട്ടില്ലാത്ത അടുത്ത പകർച്ചയ്ക്കായി, കണ്ടിട്ടില്ലാത്ത അടുത്ത ഉണർവിനായി, അനുഭവിച്ചിട്ടില്ലാത്ത അടുത്ത ചലനത്തിനായി മൂന്ന് പേരെ നോക്കി പറഞ്ഞാട്ടെ, തുറക്കുകയാണ്, എല്ലാം തുറക്കുകയാണ്. പറ, എല്ലാം തുറക്കുകയാണ്, എല്ലാം തുറക്കുകയാണ്, എല്ലാം തുറക്കുകയാണ്. അത് പറയുമ്പോൾ തന്നെ അടഞ്ഞിരിക്കുന്ന നാവുകൾ തുറക്കുകയാണ്. അത് പറയുമ്പോൾ അടഞ്ഞിരിക്കുന്ന നാവുകൾ തുറക്കുകയാണ്. അത് പറയുമ്പോൾ തന്നെ കേൾവി കുറവുകൾ തുറന്നു വരികയാണ്. അത് പറയുമ്പോൾ തന്നെ അടഞ്ഞ ബുദ്ധികൾ, അടഞ്ഞ ബുദ്ധികൾ തുറന്നു വരികയാണ്. അടഞ്ഞ ബുദ്ധികൾ തിരുവചനം പ്രാപിക്കേണ്ടതിന് അവരവരുടെ ബുദ്ധിയെ തുറന്നു, അവരുടെ ബുദ്ധിയെ തുറന്നു. വെളിപ്പാടുകൾക്കായി യൂണിവേഴ്സിറ്റിക്ക് കഴിയാത്ത സ്വർഗീയ വിസ്ഡം നിക്ഷേപിക്കേണ്ടതിന് വെളിപ്പാടുകൾക്കായി ബുദ്ധികൾ തുറന്നു വരട്ടെ. സമുദ്രം തുറന്നു, സമുദ്രം തുറന്നു. സമുദ്രത്തെ തുറന്നവൻ ആരും കാണാത്ത വെള്ളം കൊണ്ട് അപ്പച്ച മൂടിയിട്ടിരുന്നതാ. വെള്ളം കൊണ്ട് അപ്പച്ച മൂടിയിട്ടിരുന്നു. ഒരു സർപ്രൈസ് വേ, ഒരു സർപ്രൈസ് വേ. ആർക്കും വേണ്ടെങ്കിൽ ഞാൻ എടുത്തോളെ. സ്തോത്രം, സർപ്രൈസ് വേ. യേശുവിന്റെ നാമത്തിൽ ഈ പ്രാർത്ഥന കഴിയുമ്പോൾ സർപ്രൈസ്, സർപ്രൈസ്, സർപ്രൈസ്. വെള്ളം കൊണ്ട് മൂടിയിട്ടിരുന്ന കർത്താവ് സർപ്രൈസായി തുറന്നു. സ്തോത്രം, ആദ്യം നദിയെ തുറന്നു. ഒടുവിൽ വന്ന് 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 സ്തോത്രം, കടലിന് അടിയിൽ കിടന്നതായ മത്സ്യത്തിന്റെ വായ തുറന്നു. ആഴത്തിൽ കിടക്കാ ദൈവദാസനെ, പൊങ്ങി വരത്തില്ല, പുറമെ നോക്കിയിട്ട് ഒന്നും നടക്കത്തില്ല. ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്നു, ആഴത്തിൽ പൂട്ടി കിട്ടോ അന്ധകാരത്തിന്റെ അസ്വസ്ഥത ഇന്ന് പകൽക്കാലം സ്തോത്രം വെളിപ്പെടട്ടെ. പിശാച് വിഴുങ്ങിയതെല്ലാം പുറത്തു വരട്ടെ. എങ്ങനെ തുറക്കും? പ്രവാചകനെ കൊണ്ടുവന്നല്ല തുറക്കുന്നത്. പുസ്തകം പറയുന്നു, പ്രാർത്ഥിച്ചാലാണ് തുറക്കുന്നത്.
സ്തോത്രം മനീഷ് ബ്രദറിൻ്റെ, സ്തോത്രം മനീഷ് പാസ്റ്ററുടെ മാസ്റ്റർ പീസാണ് ഓപ്പൺ ഹെവൻ. ഓപ്പൺ ഹെവൻ എങ്ങനെയാണ് തുറക്കുന്നത്? ഇൻ്റർനാഷണൽ പ്രീച്ചർ ഇറങ്ങുമ്പോഴല്ല ഓപ്പൺ ഹെവൻ ഉണ്ടാകുന്നത്. സ്തോത്രം കർത്താവ് സ്നാനപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോൾ, സ്നാനപ്പെടാത്ത ആരൊക്കെയോ സ്നാനപ്പെടാൻ വേണ്ടി ഇതാ തീരുമാനിക്കുകയാണ്. സ്നാനപ്പെടാത്ത ആരൊക്കെയോ ഓൺലൈനിൽ ഇതാ യേശുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടാൻ തീരുമാനിക്കുകയാണ്. ഫ്രീ ആയി സ്നാനപ്പെടുത്ത്, ഇവിടെ പൈസ കൊടുക്കണ്ട, ഫ്രീ ആയി സ്നാനപ്പെട്ടാട്ടെ യേശുവിൻ്റെ നാമത്തിൽ. സ്തോത്രം. അതെ, യേശു കർത്താവ് സ്നാനപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. അതെ, പ്രസംഗം മാറി മാറി കേൾക്കുമ്പോഴല്ല സ്വർഗം തുറക്കുന്നത്, നീ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെടുന്നു. അടഞ്ഞു കിടക്കുന്ന മണ്ഡലങ്ങൾ തുറക്കപ്പെടട്ടെ, അടഞ്ഞ മേഖലകൾ തുറക്കപ്പെടട്ടെ, അടഞ്ഞ മേഖലകൾ തുറക്കപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ. ഈ 2021 നടക്കേണ്ടത് 2021 നടക്കേണ്ടത് 2023 24 അല്ല സംഭവിക്കേണ്ടത് യേശുവിൻ്റെ നാമത്തിൽ. ഈ 2021 നടക്കേണ്ടത് ഈ വർഷത്തിൽ തന്നെ സംഭവിക്കണം. യെസ് യെസ്, ഈ വർഷത്തിൽ തന്നെ സംഭവിക്കണം. എല്ലാ ഡിലേ യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നു. എല്ലാ കാലതാമസങ്ങളെ വേരോടെ പിഴുതു കളയുകയാണ്. എല്ലാ കാലതാമസങ്ങളെ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നു. കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ച് വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റു. ആര് ഉയർത്തെഴുന്നേറ്റ് പറ? വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റ്. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റ്, പിന്മാറ്റക്കാരനല്ല. സ്തോത്രം. ഒരു വശത്ത് സൂമും തുറന്നു വെച്ച് ഫേസ്ബുക്കും തുറന്നു വെച്ച് മറ്റേടത്ത് ചാറ്റും വാറ്റും ചെയ്യുന്നവനല്ല. സ്തോത്രം. അതെ, ഉയർപ്പുണ്ടാകുന്നത്. സ്തോത്രം. വിശുദ്ധന്മാർക്ക്. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, അത് നല്ല കാര്യം. പെട്ടെന്ന് പറഞ്ഞേ. ഇതുവരെയും പറഞ്ഞത് പൊല്ലാത്ത കാര്യമാണെങ്കിൽ വിശുദ്ധന് നിന്റെ കാര്യം തന്നെ, ചാനൽ മാറ്റല്ല, നിന്റെ കാര്യം ഞാൻ പറഞ്ഞത്, നിന്റെ കാര്യമാണ്. നീ നരകത്തിൽ വിറക് കൊള്ളിയാകാതിരിപ്പാൻ സ്വർഗത്തിൽ തല ഉയർത്തി നടപ്പാൻ നിന്റെ കാര്യം തന്നെയാ പറയുന്നത്. വിശുദ്ധന്മാർക്ക് മാത്രമേ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റ്. അവന് മടങ്ങി വരവില്ലെന്നാ പറഞ്ഞത് പലരും. ഓ, പുള്ളി ഇനി ഇല്ലെന്നേ, ഓ അവളിനി കാണത്തില്ലെന്നേ. സ്തോത്രം. അതെ, അവനില്ലെന്നേ, ഓ പുള്ളി പോയെന്നേ. ഞാൻ അത്രയും കൊണ്ട് അവിടെ നിർത്തട്ടെ. എപ്പം മനുഷ്യൻ നീ തീർന്നെന്ന് പറയോ? അവിടെ നിന്നെ ഒരു പുതിയ തുടക്കമാക്കി നിർത്തുന്നവനാണ് തമ്പുരാൻ. യെസ് യെസ്. വിശുദ്ധനാണോ? വീണ്ടും ഉയർക്കും. തിരമാല 2 തരത്തിൽ. അതെ, തിരമാല അടിക്കുമ്പോൾ 2 തരത്തിലാണ് ആൾക്കാരിൽ വെളിപ്പെടുന്നത്. തിരമാല എനിക്ക് നീന്താൻ അറിയത്തില്ല, അതുകൊണ്ട് ദയവായി ബാംഗ്ലൂർ തിരമാലകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ എന്നെ തള്ളിയിടല്ലേ എന്ന് ഓർപ്പിക്കുന്നു. ഓ, ഇവിടെ കടലില്ലല്ലോ അല്ലേ? ഇവിടെ കടലുണ്ടോ? കടൽ ഇവിടെ അറിയത്തില്ല. ഓക്കെ, സ്തോത്രം. അതുകൊണ്ട് അതെ, തിരമാല അടിക്കുമ്പോൾ 2 തരത്തിലാണ്. 2 തരത്തിൽ. ഞാൻ എങ്ങനെയാ ദേവദാസനെ? സോറി, ഞാൻ കൺഫ്യൂസ് ചെയ്യിപ്പിച്ചതിന് സോറി. സ്തോത്രം. ഞാൻ അങ്ങനെയാണ്. എന്നെ കൈകാര്യം ചെയ്യുന്നവന് വേറെ ആരെയും കൈകാര്യം ചെയ്യാൻ പറ്റും. സ്തോത്രം. എന്നെ വർഷങ്ങളായി കൈകാര്യം ചെയ്യുക, അതൊരു പ്രത്യേക കൃപയാണ് എന്നെ കൈകാര്യം ചെയ്യാൻ. സ്തോത്രം. അതെ, നോക്ക്. അപ്പോൾ തിരമാല അടിക്കുമ്പോൾ 2 രീതിയിലാണ് വെളിവ്. ഒന്നുകിൽ ഈ അടി കൊള്ളുന്നവൻ തിരമാലയിലെ അടി പോകും, ഇല്ലെങ്കിൽ മേലെ വരും. ഒന്നുകിൽ അതോടെ പോയി, ഫീൽഡിൽ നിന്ന് പോയി, ശുശ്രൂഷയിൽ നിന്ന് പോയി, ഓ പുള്ളി ഉണ്ടായിരുന്നു, പിന്നെ തൊലഞ്ഞു പോയി. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിന്റെ ഹൃദയം, നിന്റെ കൈ, നിന്റെ നാവ് വിശുദ്ധി ഉള്ളതെങ്കിൽ വിശുദ്ധനാണോ? പ്രമോഷൻ ഉണ്ട്. വിശുദ്ധനാണോ? പ്രമോഷൻ ഉണ്ട്. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞ, എൻ്റെ പ്രമോഷൻ ഓർഡർ ടൈപ്പ് ചെയ്യുക. പെട്ടെന്ന് പറ.
യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ പറ. സഹോദരിമാരെല്ലാം നോക്കി പറയാം, എൻ്റെ പ്രൊമോഷൻ ഓർഡർ ടൈപ്പ് ചെയ്യുകയാണ്. ഈ ജനത്തെ നോക്കി ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് പറയണം. അടുത്ത വർഷം ഇന്ന് എത്രയാ തീയതി? നവംബർ മാസം 25-ാം തീയതി 2022 നവംബർ മാസം 25-ാം തീയതി ഈ സ്ഥിതിയിൽ തുടരാൻ നിങ്ങൾക്ക് അവകാശം ഇല്ല. ഈ സ്ഥിതിയിൽ നിനക്ക് കണ്ടിന്യൂ ചെയ്യാൻ പെർമിഷൻ ഇല്ല. ആ പെർമിഷൻ ലേതു തെലുങ്കാന, ഐ എം സോറി, സ്തോത്രം, അതെ പെർമിഷൻ, അതെ കിടയാതെ തമിഴാണ്. നോ പെർമിഷൻ, സ്തോത്രം, പെർമിഷൻ ഇല്ല. കാരണം നീ വിശുദ്ധനാണ്. നിന്നെ കുനിഞ്ഞു നോക്കുന്നവർ ഇനി വേണ്ടെന്ന് വെച്ചാലും അടുത്ത ലെവലിലേക്ക് അപ്പച്ചൻ നിന്നെ പോക്കുന്ന ദിവസങ്ങളാണ്. വിശുദ്ധന്മാർ ഉയർത്തു. പൊളിറ്റീഷ്യൻ പോയി, വോട്ട് ബാങ്കുകൾ പോയി, മുതലാളിത്തം കളിച്ചവൻ പോയി. വിശുദ്ധനാണോ? നിന്നെ ഞാൻ നോക്കുന്നത് അടുത്ത ലെവലിലാണ്. വിശുദ്ധന്മാർ ഉയർത്തു. അത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ആര് പറയുന്നു? എൻ്റെ സ്വപ്നക്കാരൻ മരിച്ചു, എൻ്റെ സ്വപ്നക്കാരൻ മരിച്ചു, എൻ്റെ യോസഫ് മരിച്ചു. യാക്കോബ കള്ളം വിശ്വസിച്ച് ആൾമോസ്റ്റ് 22 വർഷമാണ് യാക്കോബ് ആ കള്ളം വിശ്വസിച്ച് ജീവിച്ചേ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ ഡിപ്രസ്ഡ് ആണെങ്കിൽ, പറയാമോ? നീ ഡിപ്രസ്ഡ് ആണെങ്കിൽ സ്വർഗം മൗനമായിരിക്കും. ഒരിക്കലൂടെ, നീ ഡിപ്രസ്ഡ് ആണെങ്കിൽ ദൈവത്തിന് നിന്നോട് സംസാരിപ്പാൻ കഴിയത്തില്ല. കാരണം നീ ഡിപ്രസ് ആകുമ്പോൾ നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്ത് സംഭവം പോക്കറ്റിലിട്ട് നടക്കുകയാണ്. നിങ്ങൾ ഡിപ്രസ്ഡ് ആണെങ്കിൽ, സാഹചര്യം നോക്കി നിങ്ങൾ ഡിപ്രസ്ഡ് ആണെങ്കിൽ സ്വർഗം മൗനമാണ്. ഒരേ ഒരു സ്വപ്നക്കാരനുണ്ടായിരുന്നു, അവൻ മരിച്ചുപോയി. എന്നാൽ ഇന്ന് പകൽക്കാലം എൻ്റെ സ്വപ്നങ്ങൾ മരിച്ചു എന്ന് നീ പറയുന്നു എങ്കിൽ, എൻ്റെ ദർശനങ്ങൾ മരിച്ചു, എൻ്റെ വാഗ്ദത്തങ്ങൾ മരിച്ചു, എൻ്റെ പ്രൊഫസി മരിച്ചു എന്ന് നീ പറയുന്നെങ്കിൽ, നോ, കാണുന്ന മണ്ഡലത്തിൽ അത് നിന്നോടൊപ്പം ഇല്ലെങ്കിലും കാണാത്ത മണ്ഡലത്തിൽ അത് വളരുകയാണ്. കാണുന്ന മണ്ഡലത്തിൽ അതില്ലെങ്കിൽ മക്കളെ, കാണാത്ത മണ്ഡലത്തിൽ ദൈവം അതിനെ ഒരുക്കുകയാണ്. ഈ ദിവസങ്ങളെ ഞാൻ പഠിക്കുന്ന ഒരു വിഷയമാണ് തിരശ്ശീലയ്ക്ക് പിന്നിൽ, ബിഹൈൻഡ് ദ സീൻ. ദൈവം പലത് നിനക്ക് വേണ്ടി ഓർക്കസ്ട്രേറ്റ് ചെയ്യുകയാണ്. കാണാത്ത മണ്ഡലത്തിൽ ദൈവം നിനക്ക്, കാണാത്ത മണ്ഡലത്തിൽ ദൈവം പലത് നിനക്ക് വേണ്ടി പലരെ ഒരുക്കുകയാണ്. പല കുടുംബങ്ങളെ ഒരുക്കുന്നു, പല സാഹചര്യങ്ങളെ ഒരുക്കുന്നു. അതൊന്നും ചത്തുപോയിട്ടില്ല. നിന്റെ സ്വപ്നം ജീവിക്കുന്നു. നിന്റെ വാഗ്ദത്തങ്ങൾ ജീവിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആ പ്രൊഫസി ജീവിക്കട്ടെ, ആ വാഗ്ദത്തങ്ങൾ ജീവിക്കട്ടെ, ആ ദൈവിക അനുഗ്രഹങ്ങൾ ജീവിക്കട്ടെ. പിശാച് കൊന്ന് മുടിച്ച് നശിപ്പിച്ചിട്ടത്, സാത്താൻ കൊന്ന് കുഴിച്ചു മൂടിയത്, ഒരിക്കൽ കൂടെ, സാത്താൻ കുടുംബങ്ങളിലും വ്യക്തികളിലും കൊന്നും കുഴിച്ചു മൂടിയത് ഇന്ന് പകൽക്കാലം എഴുന്നേറ്റ് വരട്ടെ. കാരണം യേശു പറഞ്ഞു, ഞാൻ തന്നെ പുനരുദ്ധാരണവും ജീവന്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവന്. യേശുവിന്റെ നാമത്തിൽ ജീവൻ പ്രാപിക്കട്ടെ. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, ജീവൻ പ്രാപിക്കട്ടെ. പെട്ടെന്ന് പറ, ജീവൻ പ്രാപിക്കട്ടെ, ജീവൻ പ്രാപിക്കട്ടെ, ജീവൻ പ്രാപിക്കട്ടെ. ഭാവികൾ ജീവൻ പ്രാപിക്കട്ടെ, വാഗ്ദത്തങ്ങൾ ജീവൻ പ്രാപിക്കട്ടെ. ചത്തുപോയെന്ന് പറഞ്ഞു കിടക്കുന്ന വാഗ്ദത്തങ്ങൾ ജീവൻ പ്രാപിക്കട്ടെ. അത് ചെറുതായിരിക്കാം, അത് സകലതും ജീവൻ, 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 ജീവൻ. കമോൺ, 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 ഏറ്റെടുക്ക. യേശുവിൻ നാമത്തിൽ വായ്കളെ തുറന്ന് ജീവൻ പ്രാപിക്കട്ടെ.
ഓ, കട്ടകളെ ഇടയിൽ കിടക്കുന്ന വിത്ത് പോലെ, വീണ്ടും കട്ടകളെ ഇടയിൽ കിടക്കുന്ന വിത്ത് പോലെ അത് കെട്ടുപോയെന്ന് നീ പറയുന്നെങ്കിൽ, കട്ടകളെ ഇടയിൽ കിടക്കുന്ന വിത്ത് പോലെ അത് കെട്ടുപോയെന്ന് പറയുന്നെങ്കിൽ, ഇന്ന് പകൽക്കാലം ഇതാ ആത്മാവിന്റെ ജീവജലം അതിന്മേൽ വീഴുകയാണ്. കെട്ടുപോയി എന്ന് പറയുന്ന വിത്തിന്മേൽ ആത്മാവിന്റെ ജീവജലം വീഴുന്ന ഈ പകൽ യേശുവിന്റെ നാമത്തിൽ തരിശായി കിടക്കുന്ന ആ സ്ഥാനങ്ങളെല്ലാം ദൈവിക പച്ചിപ്പ് 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 വെളിപ്പെടുവാൻ വേണ്ടി പോകുന്നു. യേശുവിൻ നാമത്തിൽ ജീവൻ വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ മരണത്തിന് പോകാം, പകരം ജീവൻ വരട്ടെ. മരണത്തിന് പോകാം, ജീവൻ വരട്ടെ. അതൊരപേക്ഷയല്ല, അതൊരു ആജ്ഞയാണ്. മരണത്തിന് പോകാം, പകരം ജീവൻ ഇൻവേഡ് ചെയ്യട്ടെ, ജീവൻ കടന്നു വരട്ടെ. ഹല്ലേലൂയ. ദൈവിക ജീവൻ വ്യാപരി. രണ്ട് കരങ്ങളെ ചലിപ്പിച്ച് ദൈവത്തെ സ്തുതിച്ച്. ഇതെല്ലാം സംഭവിക്കുമ്പോൾ ആറാമതായി വേദപുസ്തകം പറയുന്നു, പെട്ടെന്ന് സ്തോത്രം, അതേ സൂര്യൻ ഇരുണ്ടു പോയി. ആറാമത്തെ അത്ഭുതം, സൂര്യൻ പെട്ടെന്ന് ഇരുണ്ടു പോയി. ഓ സ്തോത്രം, ഇന്ത്യൻ ടൈം 1:10 ഈ സമയത്ത് നോക്ക്, പുറത്തെന്തോ വെളിച്ചം വന്നു നോക്ക്. ഇന്ത്യൻ ടൈം സ്തോത്രം 1:10 ഇത്രയും നല്ല വെളിച്ചം സ്തോത്രം അത് ഈ പുറത്തുണ്ട്. നിസ്സാൻ മാസം 14-ാം തീയതി, മിക്കവാറും ഏപ്രിൽ ആണെന്നാണ് പറയുന്നത്. സ്തോത്രം, നിസ്സാൻ മാസം 14-ാം തീയതി ഓ നല്ല വെളിച്ചമുണ്ടായിരുന്നു. സ്തോത്രം, ഉച്ചയ്ക്ക് 12 മുതൽ ഉച്ചയ്ക്ക് ശേഷം 3 മണി വരെ ഏറ്റവും കൂടുതൽ സൂര്യൻ പ്രകാശിച്ച് നിൽക്കുന്ന സമയമായിരുന്നു അത്. സ്തോത്രം, 12 മണി മുതൽ 3 മണി വരെയുള്ള സമയം ഏറ്റവും കൂടുതൽ സൂര്യൻ പ്രകാശിക്കേണ്ട സമയമായിരുന്നു. ഏറ്റവും കൂടുതൽ ഷൈൻ ചെയ്യേണ്ട സമയമായിരുന്നു. ഏറ്റവും കൂടുതൽ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട സമയമായിരുന്നു. ഏറ്റവും കൂടുതൽ ജ്വലിക്കേണ്ട സമയമായിരുന്നു. പക്ഷേ പെട്ടെന്ന് ആ സൂര്യൻ, ഈ ലോകത്തിലെ സൂര്യൻ മറഞ്ഞു. ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? കൈ ഉയർത്തല്. ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? ഏറ്റവും കൂടുതൽ ജ്വലിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഈ ലോകത്തിലെ സൂര്യൻ മറഞ്ഞു. ഈ ലോകത്തിലെ സൂര്യൻ മറയുമ്പോൾ മണ്ണിൽ ഇറങ്ങി നിന്ന് എല്ലാവരും ചോദിച്ചിട്ടുണ്ട്, എൻ്റെ ദൈവമേ പറ, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്താ? ഈ മുഖത്ത് ഈ കൊറോണ മാസ്ക് അല്ല, മറ്റേ മാസ്ക് ഉണ്ടല്ലോ, മറ്റേ മാസ്ക് എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുന്ന ആ മാസ്ക് എല്ലാം നമുക്ക് ചുരുട്ടി പോക്കറ്റ് ഇട്ടിട്ട് ജെന്യൂനായിട്ട് നമുക്ക് പറയാം, നമ്മൾ ചോദിച്ചിട്ടില്ലേ എന്തുകൊണ്ട് അങ്ങനെ ചോദിച്ചിട്ടുള്ളവർ മാത്രം കരങ്ങൾ ഉയർത്തിയാട്ടെ. റിയലി പാസ്റ്റങ്ങൾ കൈ ചോദിച്ചു, റിയലി ഞാൻ വിചാരിച്ചു ഞാൻ മാത്രമാണെന്ന്. താങ്ക് യു. വെൽക്കം ടു ദ ക്ലബ്, വെൽക്കം ടു ദ ക്ലബ്. ഈ ലോകത്തിലെ സൂര്യൻ മറിയുമ്പോൾ, മേ ബി ബിസിനസ് പൊട്ടിയപ്പോൾ, മേ ബി മെഡിക്കൽ റിപ്പോർട്ട് നെഗറ്റീവായി, മെഡിക്കൽ റിപ്പോർട്ട് സ്തോത്രം കുഴപ്പമായി വന്നപ്പോൾ, മേ ബി കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അക്കാര്യം സംഭവിച്ചപ്പോൾ, എക്സെട്രാ എക്സെട്രാ എക്സെട്രാ, ഏറ്റവും കൂടുതൽ ഞാൻ ജ്വലിക്കും എന്ന് വിചാരിച്ച സമയത്ത്, ഏറ്റവും കൂടുതൽ ഞാൻ ഷൈൻ ചെയ്യും എന്ന് പറഞ്ഞ സമയത്ത്, ഈ ലോകത്തിലെ സൂര്യൻ മറയുമ്പോൾ പ്രാർത്ഥിക്കുന്ന നീ, വചനപ്രകാരം ജീവിക്കുന്ന നീ, ഉപവസിക്കുന്ന നീ, 100% തമ്പുരാന് വേണ്ടി നിൽക്കുന്ന നീ, പിന്മാറ്റത്തിൽ പോയവനല്ല, പാപിയല്ല, കർത്താവിന് വേണ്ടി നെഞ്ചും നെറ്റിയും കൊടുത്ത് നിൽക്കുന്ന നീ ചോദിച്ചു പോയിട്ടുണ്ട്, എന്തുകൊണ്ട്? ഓറൽ റോബർട്ട്സ് ശുശ്രൂഷയിൽ 60കളിൽ ഏറ്റവും ജ്വലിച്ച് നിൽക്കുമ്പോൾ, 60കളിൽ ഓറൽ റോബർട്ട്സ് ജ്വലിച്ച് നിൽക്കുമ്പോൾ, അങ്കിൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം, അദ്ദേഹത്തിൻ്റെ ഒരു കുഞ്ഞ് ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചുപോയി. ഓറൽ റോബർട്ട്സ് 10,000-കണക്കിന് ആൾക്കാരെ ശുശ്രൂഷയിൽ ഇങ്ങനെ നയിക്കുന്ന സമയത്ത് അത് സംഭവിച്ചപ്പോൾ ഓറൽ റോബർട്ട്സ് ആഴ്ചകൾ ഉണ്ടായിരുന്ന സ്കെഡ്യൂൾ മുഴുവൻ ക്യാൻസൽ ചെയ്ത് ദൈവത്തോട് ചോദിച്ചു, എന്തുകൊണ്ട്? പറ, എന്തുകൊണ്ട് ഈ സമൂഹത്തോടെ മുമ്പിൽ ഞാൻ എഴുന്നേറ്റ് നീ എങ്ങനെ കർത്താവ് സൗഖ്യമാക്കുന്നു, അനുഗ്രഹിക്കുന്നു, അത്ഭുതം ചെയ്യുന്നു എന്ന് എങ്ങനെ പറയും? പറ, എന്തുകൊണ്ട്? സ്തോത്രം, കർത്താവ് മൗനമായിരുന്നു. വെള്ളിയാഴ്ചകളിൽ ആ ഇരുട്ടത്ത് കർത്താവ് മൗനമായിരിക്കും. സ്തോത്രം, കൊട്ടാരത്തിൽ ദാവീദ് എത്തി, എല്ലാം കിട്ടിയെന്നാണ് വിചാരിച്ചേ. കൊട്ടാരത്തിൽ വന്നു, എല്ലാം എസ്റ്റാബ്ലിഷായി. പക്ഷെ പെട്ടെന്ന് അബ്ശലോമിലൂടെ ഒരാക്രമണം വന്നപ്പോൾ അവൻ കാട്ടിലേക്ക് വീണ്ടും ഓടിപ്പോയി. കാട്ടിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്, വീണ്ടും കാട്ടിലേക്ക് ഓടിപ്പോയപ്പോൾ വഴിയിൽ വച്ച് എന്നെ കണ്ടെങ്കിൽ അദ്ദേഹം ഒരുപക്ഷെ ഇങ്ങനെ ചോദിച്ചേനെ, സുരേഷേ പറയാമോ, എന്താ വീണ്ടും കാട് വന്നേ? വീണ്ടും എന്തുകൊണ്ടാ മറ്റൊരു ഡിസാസ്റ്റർ എനിക്ക് വന്നത്, മറ്റൊരു കഷ്ടം എനിക്കുണ്ടായത്? ഞാൻ പറയട്ടെ, എൻ്റെ തിരുവനന്തപുരം ബുദ്ധിയിൽ എനിക്കറിയത്തില്ല ദാവീദേ.
എനിക്കറിയത്തില്ല. വേലിക്കെട്ടിനകത്ത് കിടന്ന ഒരു ഇയ്യോബ് സ്തോത്രം എഴുന്നേറ്റ് വന്ന് നിന്നോട് ചോദിക്കും, പറ എന്തുകൊണ്ടാണ് എനിക്ക് ഈ ഗതികേട് വന്നത്? നിനക്ക് പറവാൻ അറിയത്തില്ല. റോമിലേക്ക് തമ്പുരാന് വേണ്ടി ഓടി റോമിൽ പോയി ഒത്തിരി വലിയ കാര്യം ചെയ്യാമെന്ന് പറഞ്ഞവൻ ഈശാനമൂലൻ്റെ കൊടുങ്കാറ്റിൽ കിടന്ന് പമ്പരം പോലെ കറങ്ങുമ്പോൾ അവൻ ചോദിച്ചു കാണും, എന്തുകൊണ്ട്? സ്തോത്രം വെളിപ്പാടിൻ്റെ ആധിക്യം ഉള്ളവനാ, ഹെമലി വിസിറ്റേഷനും ഏഞ്ചലിക് വിസിറ്റേഷനും ഒക്കെ ഉള്ളവനാ. പക്ഷേ അവന് പോലും അറിയത്തില്ല എന്തുകൊണ്ട്. നിനക്കറിയാത്ത പല കാര്യമുണ്ട്, എനിക്കറിയാത്ത പല കാര്യമുണ്ട്, നമുക്കറിയാത്ത പല കാര്യമുണ്ട്. രണ്ട് കാലം ഉള്ളവരായി ലക്ഷക്കണക്കിന് ആൾക്കാർ ഓടിച്ചാടി നടക്കുന്നത് കണ്ടപ്പോൾ നിങ്ങൾ ചോദിച്ചില്ലേ? നമ്മളെല്ലാവരും ചോദിച്ചിട്ടുണ്ട്. ഈ മണ്ണിൽ ഇറങ്ങി നിന്ന എല്ലാവരും ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം എനിക്ക് പറയാനുള്ളത്, നിനക്ക് ചോദ്യമുണ്ടെങ്കിൽ തമ്പുരാന് ഉത്തരമുണ്ട്. നിനക്ക് ചോദ്യമുണ്ടെങ്കിൽ തമ്പുരാന് ഉത്തരമുണ്ട്. നിങ്ങളുടെ സകല ചോദ്യത്തിനും ഉത്തരമുണ്ട്. അവൻ ഒന്നും മിസ്റ്റേക്കായി ചെയ്യത്തില്ല. അവൻ ഒന്നും മിസ്റ്റേക്കായി ചെയ്യത്തില്ല. ദൈവത്തിന് ഒരിക്കലും മിസ്റ്റേക്ക് പറ്റത്തില്ല. രണ്ടുപേരെ നോക്കി പറ, തമ്പുരാന് തെറ്റ് പറ്റത്തില്ല. പെട്ടെന്ന് പറ, തമ്പുരാന് തെറ്റ് പറ്റത്തില്ല. തെറ്റ് പറ്റാത്ത, സോറി പറയാത്ത ഒരു ദൈവത്തെയാണെങ്കിലേ നമ്മൾ ആരാധിക്കുന്നത്. അവരൊരിക്കലും തെറ്റ് പറ്റത്തില്ല. ലോകം തിന്മയ്ക്കായി ചെയ്യുമ്പോൾ എൻ്റെ കർത്താവ് നിനക്കത് നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന സകലത നന്മയ്ക്കായി, സകലത നന്മയ്ക്കായി, സകലത നന്മയ്ക്കായി. എത്ര പേർ ആമേൻ പറയുന്നു? സകലത നന്മയ്ക്കായി, സകലത നന്മയ്ക്കായി, സകലത നന്മയ്ക്കായി. ഞാൻ നിങ്ങളെ ഇന്ന് പകൽ എൻകറേജ് ചെയ്ത് പറയട്ടെ. അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ സൂര്യന്മാർ മറിയുമ്പോൾ താടിക്ക് കൈയും കൊടുത്ത് ഇരിക്കല്ലേ. കാര്യം എന്താണെന്നറിയോ? ഈ സൂര്യൻ വരുന്നതിന് മുൻപും ലോകത്തിൽ വെളിച്ചമുണ്ടായിരുന്നു. ഒരിക്കൽ കൂടെ, ഈ ലോകത്തിലെ സൂര്യൻ വരുന്നതിന് മുൻപും ലോകത്തിൽ വെളിച്ചം ഉണ്ടായിരുന്നു. ഓ കമോൺ. ഈ ലോകത്തിൽ സൂര്യൻ വന്നത് 4-ാം ദിവസത്തിലാണ്. സൂര്യൻ വന്നത് സൃഷ്ടിയുടെ 4-ാം ദിവസത്തിലാണ്. പകൽ വാഴുവാൻ സൂര്യനെയും രാത്രി വാഴാൻ ചന്ദ്രനെയും ദൈവം സ്തോത്രം നിർമ്മിച്ചത്. അപ്പോൾ അങ്ങളെ ആദ്യത്തെ 3 ദിവസം എവിടെ നിന്നാണ് ഈ പ്രകാശമുണ്ടായത്? എൻ്റെ തമ്പുരാൻ പറയും, മക്കളെ കാണുന്ന സൂര്യന്മാരിൽ ആശ്രയിക്കല്ലേ കേട്ടോ. സ്തോത്രം. വർഷിപ്പ് ലീഡേഴ്സ് ഉണ്ട്, നന്നായി അവർക്കായി സ്തോത്രം. എൻ്റെ സഹോദരൻ, നിൻ്റെ പാട്ട് പലപ്പോഴും ഞാൻ കേൾക്കാറുണ്ട്. റിയലി നിൻ്റെ ആ പാട്ടും ആ സ്തോത്രം തലയും അതിൻ്റെ റിഫ്ലക്ഷനും ഒക്കെ കാണാൻ എനിക്ക് ഒത്തിരി സന്തോഷം. റിയലി എനിക്ക് ഭയങ്കര സന്തോഷം. നിന്റെ പെർഫെക്റ്റ് തലയ്ക്കും നിന്റെ താഴ്മയ്ക്കും നിന്റെ അനുസരണത്തിനുമായി നന്ദി. പക്ഷേ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ഞാൻ നിന്നിലല്ല ആശ്രയിക്കേണ്ടത്. ആശ്രയിക്കുന്നത് ഞാൻ Yes, 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 yes. ഇവിടെ കീബോർഡ് വായിച്ച് ഞാൻ പാടാത്ത പിച്ചിന് കീബോർഡ് വായിച്ച ഒരു ചെറുക്കനുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആശ്രയിക്കുന്നത് അവനിലല്ല. എനിക്കൊരു അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്, ഉള്ളതുപോലെ പറയാം. സ്തോത്രം. ഞാൻ അവനിലല്ല ആശ്രയിക്കുന്നത്, ഞാൻ നിങ്ങളുടെ കുഴപ്പമെന്ന് പറയുന്നത് നിങ്ങൾ മറ്റുള്ളവരിൽ കയറി ആശ്രയിച്ചാൽ, സഹോദര, നീ മാത്രമല്ല ഇവിടെ മുടന്തനായി ഉള്ളത്. ഞങ്ങളെല്ലാവരും ഇടയ്ക്കിടയ്ക്ക് മുടന്താറുണ്ട്. കാരണം ഈ ലോകത്തിലുള്ള സൈഡിൽ കയറി പിടിക്കുമ്പോൾ ഞങ്ങളൊക്കെ ത്രികോണേ എന്ന് ഞങ്ങളും ആയിത്തീരാറുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ സകല മുടന്തകൾ വിട്ടുപോകട്ടെ. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, ആശ്രയിക്കേണ്ടവല്ല ആശ്രയിച്ചാട്ടെ. പെട്ടെന്ന് പറ, ആശ്രയിക്കേണ്ടവല്ല ആശ്രയിച്ചാട്ടെ. ആശ്രയിക്കേണ്ടവല്ല. നിന്റെ ആശ്രയം പണത്തിലല്ല, നിന്റെ ആശ്രയം മനുഷ്യരിലല്ല, നിന്റെ ആശ്രയം ആ ഡോക്ടറിലല്ല, നിന്റെ ആശ്രയം എക്സെട്രാ വേറെ ആരിലുമല്ല. കാരണം ഈ സൂര്യൻ 6:15 അസ്തമിക്കുന്ന ഈ സൂര്യൻ വരുന്നതിന് മുൻപേ വെളിച്ചങ്ങളുടെ പിതാവ് പറഞ്ഞു, let there be light. ഹല്ലേലൂയ. പോടാ സൂര്യ, പോടാ ചന്ദ്ര, ഞാൻ നിന്നിൽ അല്ലടാ ആശ്രയിക്കുന്നത്. നിന്നെ സൃഷ്ടിച്ച ഒരു
Yes, 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 yes. Oh, come on. Give him the glory. Give him the honor. അവനെ മഹത്വപ്പെടുത്തിയാട്ടെ. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് സഭ ഇനിമേലാൽ മനുഷ്യരല്ല ആശ്രയിക്കുന്നത്, ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് സഭ ഇന്ന് പകൽക്കാലം മുടന്തകളെ വിട്ടുമാറി എഴുന്നേൽക്കട്ടെ. മുടന്തകൾ വിട്ടുമാറി എഴുന്നേൽക്കട്ടെ. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, നമ്മൾ എഴയേണ്ടവരല്ല, ഓടേണ്ടവരാ. പെട്ടെന്ന് പറ, നമ്മൾ എഴയേണ്ടവരല്ല, ഓടേണ്ടവരാ. യേശുവിന്റെ നാമത്തിൽ ഇനി ഓടാൻ പോവാ, ഇനി ഓടാൻ പോവാ, ഇനി ഓടാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ ഭൂഖണ്ഡങ്ങൾ തുറക്കാൻ പോവാ, ദൂതിന്റെ ആഴങ്ങൾ വർദ്ധിക്കാൻ പോവാ, അന്തരീക്ഷങ്ങൾ മാറാൻ പോവാ, അനുഭവങ്ങൾ മാറാൻ പോവാ. അണഞ്ഞിരിക്കുന്ന ഒരു കൂട്ടം ദൈവദാസന്മാർ നിന്നിലൂടെ പണിയപ്പെടാൻ പോവാ. അണഞ്ഞു കിടക്കുന്നതായ യാഗപീഠങ്ങൾ പോലെയുള്ള ശുശ്രൂഷ മണ്ഡലങ്ങൾ നിന്നിലൂടെ ജ്വലിക്കാൻ പോവാ. കൈയടിക്കേണ്ടവരെ കരങ്ങൾ അടിച്ച് വായു തുറന്ന് ആരാധിച്ച് നീ ദൈവകൃപയുള്ളതെന്ന് നാട്ടുകാരറിയുന്ന എപ്പോഴെന്നറിയോ? നീ ദൈവകൃപയുള്ളതെന്ന് സഭ തിരിച്ചറിയുന്ന എപ്പോഴെന്നറിയോ? ഈ ലോകത്തിലെ സൂര്യൻ വലത്തും മറ്റേ ചന്ദ്രൻ ഇടത്തും ഉള്ളപ്പോഴല്ല. ജീവിതത്തിൽ കാണുന്ന മണ്ഡലത്തിലെ സകല സൂര്യന്മാർ അകലുമ്പോൾ, കാണുന്ന മണ്ഡലത്തിലെ സകല സൂര്യന്മാരും മറയുമ്പോൾ, അപ്പോഴും നീ തളിർക്കുന്നു എങ്കിൽ, അപ്പോഴും നീ ജ്വലിക്കുന്നു എങ്കിൽ, അപ്പോഴും നീ പടരുന്നു എങ്കിൽ, യെസ്, നിന്റെ മേൽ പ്രകാശിക്കുന്നത് അസ്തമയമില്ലാത്ത നീതി സൂര്യനാണ്. തെളിയിക്ക്. എത്ര പേർക്ക് മനസ്സിലായി? തെളിയിക്ക്. അസ്തമയമില്ലാത്ത, ഓ കമാൺ ആൻറ്റി, അസ്തമയമില്ലാത്ത അങ്ങളെ, അസ്തമയമില്ലാത്ത ഇനി മേലാൽ നീ ഇരുട്ടത്ത് നീ തപ്പത്തില്ല. ഇനി മേലാൽ മക്കളെ വരണേ, മോളെ വരണേ, അയ്യോ വരണേ, സഹായിക്കണേ, നോ 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 നോ. ഇനി മേലാൽ നീ ഇരുട്ടിൽ തപ്പുന്നവനല്ലോ. നിന്റെ സൂര്യൻ അസ്തമിക്കയില്ല. ആറ് കാര്യം പറഞ്ഞു, നേരം പോയി. ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഓ സ്തോത്രം. എന്തുവാ ആദ്യത്തെ കാര്യം? തിരശ്ശീല സ്തോത്രം രണ്ടായി ചീന്തപ്പെട്ടു. ബാക്കി പറ. തിരശ്ശീല ചീന്തപ്പെട്ടു. പിന്നെ എന്തുവാ? സ്തോത്രം. അതെ, ഭൂമി കുലുങ്ങി. പറ. അയ്യോ കമോൺ, നമ്മൾ പിന്നെ അതിര് തർക്കമല്ലല്ലോ. ഒന്ന് പറഞ്ഞാട്ടെ. സ്തോത്രം. അതെ, തിരശ്ശീല ചീന്തപ്പെട്ടു. പിന്നെ എന്തുവാ? ഭൂമി കുലുങ്ങി. പിന്നെ എന്തുവാ? പാറകൾ പിളർന്നു. പറ. എല്ലാവരും മാസ്ക് വെച്ചേക്കുന്നുണ്ട്, ഒച്ചത്തി പറഞ്ഞാലേ കേൾക്കത്തുള്ളൂ. പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു, വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റു. സ്തോത്രം. സൂര്യൻ ഇരുണ്ടുപോയി. സ്തോത്രം. പക്ഷേ ഇതിനേക്കാൾ ബ്രദർ സുരേഷ് ബാബുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടെ ഒരു പൊല്ലാത്ത ശതാധിപനുണ്ടായിരുന്നു. ശതാധിപൻ ഒരു വല്ലാത്ത സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. ശതാധിപൻ അങ്ങളെ, യേശു കർത്താവിൻ്റെ ക്രൂശീകരണ, ബർബാസിൻ്റെ ക്രൂശീകരണം അല്ല, യേശുവിൻ്റെ ക്രൂശീകരണം. യേശു അന്ന് സമൂഹത്തിലെ ഏറ്റവും ഇൻഫ്ലുവൻസ് ഉള്ള വ്യക്തിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടാലും ശരി, ഇല്ലെങ്കിലും ശരി. എക്സ്ക്യൂസ് മീ, അന്ന് മാത്രമല്ല, ഐ എം സോറി, ക്യാപിറ്റൽ ലെറ്ററും പറയട്ടെ, ഇന്നും സമൂഹത്തിൽ ഏറ്റവും ഇൻഫ്ലുവൻസ് ഉള്ളവൻ, കർണാടകയിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ഉള്ളവൻ. ബാക്കി എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, പക്ഷേ പല മറ്റു ഓർഡറുകൾ ഇടുന്ന സ്ഥലത്ത് ഏറ്റവും കൂടുതൽ ബാക്കി നിങ്ങൾ ഫില്ല് ചെയ്തോ. അടുത്തിരിക്കുന്നവർ നോക്കി നിങ്ങളൊന്ന് ഫില്ല് ചെയ്തോ. എവിടെയെന്ന് പറ. അവിടെയെല്ലാം ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ഉള്ളത്. അകത്ത് വെളുപ്പും പുറത്ത് അവർക്കല്ല. അവർ ചിന്തിക്കാത്തത് അവരിലൂടെ പ്രവർത്തിക്കുന്നവൻ. അവർ പറയാൻ ഉദ്ദേശിക്കാത്തത് അവരുടെ നാവിലൂടെ ഈ മണ്ണിൽ കൊണ്ടുവന്ന് പറയിപ്പിക്കുന്നവൻ. യേശുവിന്റെ നാമത്തിൽ അവരുടെ അജണ്ടയിൽ ഇല്ലാത്ത ഓർഡറുകൾ കർണാടകയിൽ വെളിപ്പെടുവാൻ വേണ്ടി പോകുന്നു. ഏറ്റവും ഇൻഫ്ലുവൻസ് ഉള്ളവൻ യേശുവാ.
അപ്പോൾ അവൻ്റെ ക്രൂശീകരണം അതിന് ഏതോ 437 പറഞ്ഞ് നിൽക്കുന്ന സാധാ ഒരു ശതാധിപനെ പിടിച്ചു നിർത്തിയാൽ സംഭവം നടക്കത്തില്ല. സോ ഈ വചനം ധ്യാനിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ എനിക്ക് മനസ്സിലായി പീലാത്തോസ് നിയോഗിച്ചത് നല്ല വിവരമുള്ള ഒരു ശതാധിപനെയാണ്. കാരണം ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ഉള്ളവനെ അറസ്റ്റ് ചെയ്യുന്നത് അത് കുഞ്ഞുങ്ങളിയല്ല, കലാപം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചേവകരോട് പരീശന്മാരോട് ന്യായശാസ്ത്രിമാരോട് ആ പട്ടാളത്തെ നയിച്ചുകൊണ്ട് ഗതശമനിയുടെ തോട്ടത്തിൽ ആ കയറി ചെന്ന ശതാധിപൻ യൂദ അവനെ ചെന്ന് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ചുംബിക്കുമ്പോൾ അത്തറല്ല മണത്തത്, ഫ്രഞ്ച് പെർഫ്യൂമല്ല മണത്തത്, രക്തത്തിൻ്റെ മണമാണ് മണത്തത്. എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ നേരമില്ല, ഞാൻ മുന്നോട്ട് പോട്ടെ. സ്തോത്രം. അങ്ങനെ കാണിച്ചു കൊടുത്തപ്പോൾ അവൻ അറസ്റ്റ് ചെയ്ത ശതാധിപൻ ജോസിഫസ് പറയുന്നു, ആ ആർച്ചിലൂടെ കർത്താവിനെ നടത്തിക്കൊണ്ട് വരുമ്പോൾ തലയിടിച്ച് രക്തമൊഴുകി വരുമ്പോൾ അവനെ നയിച്ചു കൊണ്ടുവന്നതായ ശതാധിപൻ. കയ്യഫാവിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് പിലാത്തോസിൻ്റെ കൊട്ടാരത്തിലേക്ക് അവനെ വീണ്ടും സ്തോത്രം കൊണ്ടുപോയ ശതാധിപൻ പിലാത്തോസിൻ്റെ വായിലേക്ക് ഉറ്റുനോക്കി അങ്ങെന്ന് പറയുന്ന ഞങ്ങൾ ഇപ്പം ചെയ്യാം എന്ന് പറഞ്ഞ് അജ്ഞാനുവർത്തിയായി നിന്ന ശതാധിപൻ. അപ്പോൾ പിലാത്തോസ് പറയുന്നു, യോഹന്നാൻ 19:1, ഇവനെ കൊണ്ടുപോയി വാർ കൊണ്ട് അടിക്കുക. അവനെ കൊണ്ടുപോയി വാർ കൊണ്ടടിക്കുമ്പോൾ അവൻ്റെ വസ്ത്രത്തെ പറിച്ചു മാറ്റി 2 കൈകളെ മുന്നിലേക്കും 2 കാലുകളെ പിന്നിലേക്കും സ്തോത്രം അതേ ലോക്ക് ചെയ്തിട്ട് അവൻ്റെ വസ്ത്രത്തെ പറിച്ചു മാറ്റി അടിക്കാം എന്ന് പറഞ്ഞ് കൽപ്പന കൊടുത്തതായ ശതാധിപൻ 100 കണക്കിന് എണ്ണത്തിനെ അടിച്ചിട്ടുണ്ട്. അവന്മാരെല്ലാം അവിടെ തീർന്നിട്ടുമുണ്ട്. ഒന്നുകിൽ ബോധരഹിതരാകും, ഇല്ലെങ്കിൽ മരിച്ചു പോകും. പക്ഷേ ഭൂമിയെ നാസ്തിത്വത്തിന്മേൽ തൂക്കിയവൻ അടി കൊണ്ടിട്ടും എഴുന്നേറ്റു. വീണ്ടും എഴുന്ന വാഗ്ദത്തമുള്ളവൻ എത്ര കൊണ്ടാലും വീണ്ടും എഴുന്നേൽക്കും. അടുത്തിരിക്കുന്നവർ നോക്കി പറ, അതെന്റെ കാര്യമാണ് പറഞ്ഞ, പെട്ടെന്ന് പറ. എത്ര കിട്ടിയാലും എത്ര കൊണ്ടാലും നീ നിലംപരിചാകത്തില്ലെന്ന് വീണ്ടും എഴുന്നേൽക്ക. അവൻ വീണ്ടും എഴുന്നേൽക്കുന്നത് കണ്ടപ്പോൾ ഇതുവരെ ഒറ്റയെണ്ണം ഈ കൽത്തളത്തിൽ എഴുന്നേറ്റിട്ടില്ല, അങ്ങനെയെങ്കിൽ അവൻ്റെ തലക്കൊരു മുൾക്കിരീടം കൂടെ കൊടുക്കാമെന്ന് പറഞ്ഞ് പിലാ ക്രിസ്റ്റി എന്ന് പേരുള്ളതായ മുള്ളുകൊണ്ട് ഇന്നുകൊണ്ടല്ലേ യെരുശലേമിലെ പിലാ ക്രിസ്റ്റി എന്ന് പറയുന്നതായ മുള്ളുകൊണ്ട് കിരീടമുണ്ടാക്കി. ആ കിരീടം അവൻ്റെ തലയിൽ വെച്ച് ഒരു മരക്കഷ്ണം കൊണ്ട് ആ മുൾക്കിരീടം അടിച്ചിറക്കാൻ ഓർഡറിട്ടതായ ശതാധിപൻ ജോസിഫസ് പറയുന്ന ഒരു കഷ്ണം കുറെ കൊടലിങ്ങനെ പുറത്തേക്ക് കിടന്നപ്പോൾ ഭീകരമായ കാഴ്ചയായിരുന്നു. ധൂമ്ര വസ്ത്രം ധരിപ്പിച്ച് 12 പടികൾ അവനെ നടത്തിക്കൊണ്ടുവന്ന് പുറത്തേക്ക് നിർത്തിയ ശതാധിപൻ ക്രൂശ് അവൻ്റെ മേൽ വെച്ച് നടക്കണോ എന്ന് ആജ്ഞാപിച്ചതായ ശതാധിപൻ 1 കിലോമീറ്ററും 200 മീറ്ററും യേശു കർത്താവിനെ കൊണ്ട് ക്രൂശ് ചുമപ്പിച്ചതായ ശതാധിപൻ കൈ വെള്ളയിൽ കാൽ തണ്ടയിൽ 6 ഇഞ്ച് നീളമുള്ളതായ സ്തോത്രം അതേ കാരിലും വാണി അടിച്ചിറക്കുവാൻ ഓർഡറിട്ടതായ ശതാധിപൻ അവനായിരുന്നു ഈ ക്രൂസിഫിക്ഷന് ക്യാപ്റ്റനായി സകലതും ചെയ്തത്. എന്നാൽ യേശുവിൻ്റെ ക്രൂശ് സ്തോത്രം ഉയർത്തപ്പെട്ട് ഇതാ സ്തോത്രം ആ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നിങ്ങൾ കേട്ടതായ 6 കാര്യം സംഭവിക്കുന്നത് അവൻ കണ്ടു. ഭൂമിയെ നാസ്തിത്വത്തിന്മേൽ, ഭൂമിയെ ശൂന്യതയുടെ മേൽ തൂക്കിയവൻ സ്വന്തം തോളിൽ തല ചായ്ച്ച്, വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് സ്വന്തം തോളിൽ തല ചായ്ച്ച്. ഞാൻ വീണ്ടും പറയും, വേറെ ആരുമില്ലാത്തത് കൊണ്ട് സ്വന്തം തോളിൽ തല ചായ്ച്ച്. ആരെങ്കിലും ഉണ്ടോ? വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് സ്വന്തം തോളിൽ തല ചായ്ച്ച് സകലതും നിവർത്തിയായി എന്ന് പറഞ്ഞപ്പോ ശതാധിപൻ കണ്ടു, പാളയത്തിന് പുറത്ത് തല ചായ്ച്ചൊരുവൻ മരിക്കുന്നു. ചരിത്രം പറയുന്നു, ശതാധിപൻ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇതാ പാളയത്തിന് പുറത്ത് ഒരുത്തൻ ഇതാ മരിക്കുന്നു. അവിടെ നിന്ന് നോക്കിയാൽ ദേവാലയത്തിന് ഉൾവശം കാണാങ്ങളെ, ദേവാലയത്തിന് ഉൾവശം. കാരണം 2 ലീനിയറാ.
സ്തോത്രം. ആ ദേവാലയത്തിനുള്ളിൽ നൂറ്റാണ്ടുകളായി കിടക്കുന്നതായ ആ തിരശ്ശീല മേലെ നിന്ന് താഴേക്ക് ചിന്തിപ്പോകുന്നത് കണ്ടപ്പോൾ, ആ ഇരുട്ട് കണ്ടപ്പോൾ, ആ ഭൂമി കുലുക്കം അനുഭവിച്ചപ്പോൾ, സ്തോത്രം, അതെ, ഇതൊക്കെ കണ്ടു നിന്നതായ ശതാധിപൻ അറിയാതെ പറഞ്ഞു പോയി, അറിയാതെ പറഞ്ഞു പോയി, ഇവൻ ദൈവപുത്രൻ ആയിരുന്നു. സത്യം. ദൂത് കഴിഞ്ഞു, എഴുന്നേറ്റ് നിൽക്കോ, ഒരു 5 മിനിറ്റിൻ്റെ കൂടെ എഴുന്നേറ്റ് നിൽക്കോ. അറിയാതെ പറഞ്ഞു പോയി, ഇവൻ ദൈവത്തിൻ്റെ പുത്രൻ ആയിരുന്നു. സത്യം. കേൾക്കണേ. ഇവൻ ദൈവത്തിൻ്റെ പുത്രൻ ആയിരുന്നു. സത്യ. ആയിരക്കണക്കിന് ജനം രക്ഷിക്കപ്പെടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഈ ദൈവദാസൻ്റെ മുമ്പിൽ. ഓരോ ഓട്ടോക്കോളിന് വിവിധ ബാക്ക്ഗ്രൗണ്ടിൽപ്പെട്ടവർ മുന്നോട്ട് വന്ന് രക്ഷിക്കപ്പെടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ ഓൾട്ടറിൽ ആയിരക്കണക്കിന് മരണങ്ങൾ നടന്നിട്ടുണ്ട്. അതേ സമയത്ത് ജനനവും നടന്നിട്ടുണ്ട്. പഴയ മനുഷ്യൻ ചത്തു, പുതിയ മനുഷ്യൻ ജനിച്ചു. പക്ഷേ ആ വീണ്ടും ജനനം സംഭവിക്കുന്നത് എങ്ങനെയാണ്? റോമർ 10:7 ഞാൻ പറയട്ടെ. ഹൃദയം കൊണ്ട്, കേട്ടില്ല, ഒരിക്കൽ കൂടെ ഉള്ളവർ പറ. ഹൃദയം കൊണ്ട് വിശ്വസിക്കാൻ, വായ് കൊണ്ട് ശരിയാണോ? ഒരിക്കൽ കൂടെ പറഞ്ഞാട്ടെ. എങ്ങനെയാണ്? ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി. അപ്പൊ ഈ ചുറ്റും നടന്നത് ഈ ഇരുട്ടും, ഈ ഭൂമി കുലുക്കവും, ഈ ദേവാലയത്തിൻ്റെ തിരശ്ശീല ചിന്തപ്പെട്ടതും ഒക്കെ കണ്ട് മറ്റേ പുള്ളി അറിയാതെ പറഞ്ഞെങ്കിൽ, എൻ്റെ അങ്കിളെ, അത് വിശ്വസിച്ചാണ് പുള്ളി പറഞ്ഞെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലായില്ല. പുള്ളി വിശ്വസിച്ചാണ്, ഹൃദയം കൊണ്ട് വിശ്വസിച്ചാണ് പുള്ളി പറഞ്ഞെങ്കിൽ, എൻ്റെ കർത്താവിൻ്റെ രക്ഷിപ്പാനുള്ള കഴിവേ ഞാനെന്ന് പകൽ പറയുന്ന സുവിശേഷം ബഥേലിൽ മർത്തോമക്കാരനെ പെന്തിക്കോസിലാക്കുന്നതല്ല. ഞാനെന്ന് പറയുന്ന സുവിശേഷം ഒരു കാരണവശാലും പുള്ളിയെ കിട്ടത്തില്ല. ഒരു കാരണവശാലും ആ കുടുംബം സ്നാനപ്പെടത്തില്ല. ഒരു കാരണവശാലും ആ ദേശത്ത് ഉണർവുണ്ടാകത്തില്ല. ഒരു കാരണവശാലും അവിടെ ഒരു സ്പിരിച്വൽ ബ്രേക്ക് ത്രൂ ഇല്ല എന്ന് പറയുന്ന കഠിനമായ ശതാധിപന്മാരെ പോലും അവനെ കൊണ്ട് പറയിപ്പിക്കുന്ന കർത്താവ്, അവനെ കൊണ്ട് പറയിപ്പിക്കുന്ന കർത്താവ്. നിങ്ങൾ ആരൊക്കെയോ എന്നെ തുറിച്ചു നോക്കുന്നു. കമോൺ, സംശയമുള്ളവർക്ക് വീട്ടിൽ പോകാം, വിശ്വാസമുള്ളവർക്ക് മാത്രം നിൽക്കാം. ഇത് അപ്പച്ചൻ്റെ ഒരു തമാശയാണ്. പണ്ടും അവൻ ചെയ്തിട്ടുണ്ട്. സ്തോത്രം. ശത്രുക്കം മേശക്ക് അബേദ്നെഗോവ് തീച്ചൂളയിൽ ഇറങ്ങി നിൽക്കുന്നത്, സ്തോത്രം, ആ പ്രവൃത്തി ഇറങ്ങി നിൽക്കുന്നത് നെബൂഖദ്നേസർ രാജാവ് കണ്ടു. കാണേണ്ടത് അവൻ കണ്ടു. ദാനിയേലിൽ നിന്ന് സ്വപ്ന വ്യാഖ്യാനം അവൻ കേൾക്കേണ്ടത് കേട്ടു. കാണേണ്ടത് കണ്ടു, കേൾക്കേണ്ടത് കേട്ടു. അതിന്റെ പേരാണ് പുതിയ നിയമ ശുശ്രൂഷ. സഭയിൽ നിന്ന് കാണേണ്ടത് ജനം അത്ഭുതമായി, അടയാളമായി, വിവിധ വീര്യപ്രവൃത്തിയായി കാണേണ്ടത് ജനം കാണും. കേൾക്കേണ്ട ദൈവിക ദൂത് ജനം കേൾക്കും. നെബൂഖദ്നേസർ കാണേണ്ടത് കണ്ടപ്പോ കേൾക്കേണ്ടത് കേട്ടപ്പോ, ആര്? നെബൂഖദ്നേസർ. പറഞ്ഞാട്ടെ, ആര്? ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, അല്പോടെ വോളിയം കൂട്ടി. അയ്യ, ആരാ ഈ മറ്റേ യെരുശലേമിന്റെ മതിൽ പൊളിച്ച മറ്റു പുള്ളിയുണ്ടല്ലോ, അവനാ. യെരുശലേം ദേവാലയം പൊളിച്ച അവനാ. പള്ളിപ്പണം മുഴുവൻ കൊള്ളയടിച്ചുകൊണ്ട് പോയ അവനാ. സുവിശേഷ വിരോധിയാ. ആ സുവിശേഷ വിരോധിയെ കാണേണ്ടത് കാണിപ്പിച്ച്, കാണേണ്ടത് കാണിപ്പിച്ച്, കേൾക്കേണ്ടത് കേൾപ്പിച്ച്,
അവൻ സ്വർഗത്തിലേക്ക് തല ഉയർത്തി. ദാനിയേൽ 3. അവൻ അത്യുന്നതനെ വാഴ്ത്തിയാണ് മരിച്ചത്. അത്യുന്നതനെ മഹത്വപ്പെടുത്തിയാണ്, സ്തോത്രം, അതെ, നെബൂഖദ്നേസർ മരിച്ചത്. ഹേ മലയാളികളെ, ബാംഗ്ലൂർ നിവാസികളെ, നിങ്ങൾ സ്തോത്രം പറയുന്നു എന്ന് എനിക്കറിയത്തില്ല. ശലോമോൻ സ്വർഗത്തിലുണ്ടോ? ഐ ഡോണ്ട് നോ. എനിക്കറിയത്തില്ല. പക്ഷേ ഈ ജീവിതത്തിന്റെ ആരംഭത്തെക്കാൾ അവസാനം നല്ലതാക്കി തീർത്ത നെബൂഖദ്നേസറിനെ സ്വർഗത്തിൽ വെച്ച് കണ്ടാൽ നിങ്ങൾ ഞെട്ടരുത്. ദേവാലയത്തെ പൊളിച്ചു കളഞ്ഞവനെ പോലും പരലോകത്തിലേക്ക് തള്ളിക്കയറ്റുവാൻ എന്റെ ദൈവത്തിന് കഴിഞ്ഞു എങ്കിൽ ഏതവനെയും വിടുവിപ്പാൻ കർത്താവിന് കഴിയും. ആരെയും രക്ഷിപ്പാൻ എന്റെ കർത്താവിന് കഴിയും. ആരെയും രക്ഷിപ്പാൻ എന്റെ കർത്താവിന് കഴിയും. ആരെയും രക്ഷിപ്പാൻ എന്റെ കർത്താവിന് കഴിയും. യേശുവിന്റെ നാമത്തിൽ ശൗലമാർ പൗലോസുമാരായി രൂപാന്തരപ്പെടട്ടെ. ഒരിക്കലും ഒന്നും നടക്കത്തില്ല എന്ന് വെല്ലുവിളിക്കുന്ന ദേശങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. ചുറ്റും നിൽക്കുന്ന 7 പേരെ നോക്കി പറഞ്ഞാട്ടെ, ആ വ്യക്തികൾക്കെല്ലാം വിടുതലുണ്ട്. 7 പേരെ നോക്കി പറഞ്ഞാട്ടെ, ആ വ്യക്തികളെ പേര് പറ. 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 ആരാ പറ. ആ വ്യക്തികളെ പേര് പറ. ആ ദേശങ്ങൾ, നിങ്ങൾ പറഞ്ഞില്ല. ആ ദേശങ്ങളെ പേര് പറ. ആ ദേശങ്ങളെ പേര് പറ. ആ കാര്യങ്ങൾ പറഞ്ഞാട്ടെ, പരസ്പരം ഒന്ന് പറഞ്ഞാട്ടെ. കമോൺ, ഞാൻ നിങ്ങളെ റിലീസ് ചെയ്യാം. ഒരു 5 മിനിറ്റ് തരാം. പെട്ടെന്ന് പറ. അസാധ്യം എന്ന് പറയുന്ന നെബൂഖദ്നേസർ, അസാധ്യം എന്ന് പറയുന്ന ശതാധിപൻ, അസാധ്യം എന്ന് പറയുന്ന ദേശം, അസാധ്യം എന്ന് പറയുന്ന ഫയല്, അസാധ്യം എന്ന് പറയുന്ന കാര്യം, അസാധ്യം എന്ന് പറയുന്ന ഓർഡിനൻസ്, അസാധ്യം എന്ന് പറയുന്ന നിയമം, അസാധ്യം എന്ന് പറയുന്നതായ കാര്യാദികള്. അസംഭവം എന്ന് പറയുന്നത് മനുഷ്യനാൽ അസാധ്യം, ദൈവത്താൽ സാധ്യം. ക്രൂശിൽ അത്ഭുതമുണ്ട്. ഇന്ന് പകൽക്കാലം കുറച്ച് തിയോളജിയല്ല ഞങ്ങൾ ഉയർത്തുന്നത്. അതേ, കർത്താവ് യേശു ക്രിസ്തുവിനെ നമ്മൾ ഉയർത്തുകയാണ്. ക്രൂശിൽ അത്ഭുതമുണ്ട്. ഇത് ഉപവാസ പ്രാർത്ഥനയാണ്. കണ്ണുകൾ അടച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ അല്പനേരം പ്രാർത്ഥിച്ചാട്. താങ്ക് യു ജീസസ്. someone please, would you please come and touch this keyboard please? hallelujah. thank you Jesus. കണ്ണുകൾ അടച്ച് ശബ്ദം ഉയർത്തി എല്ലാവരും പ്രാർത്ഥിച്ചാട്. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. Thank you Jesus. Thank you Jesus. പറ. രക്ഷിക്കണമേ കർത്താവേ. രക്ഷിക്കണമേ കർത്താവേ. വിടുവിക്കണമേ കർത്താവേ. രക്ഷിക്കണമേ കർത്താവേ. വിടുവിക്കണമേ കർത്താവേ. ശക്തിയോടെ നിങ്ങളെ പ്രാർത്ഥിക്കുന്ന ശബ്ദം ഉയരട്ടെ. നിങ്ങളെ പ്രാർത്ഥിക്കുന്ന ശബ്ദം ഉയരട്ടെ. യെസ്. ആരോ ആ മകന്റെ പേര് പറയുന്നു. ആരോ ആ മകള പേര് പറയുന്നു. കമാൺ, ശബ്ദം ഉയർത്തി. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. 2 കരങ്ങളെ ഉയർത്തി ആ വിഷയങ്ങളെ ദൈവകരത്തിൽ കൊടുത്തേ. 2 കരങ്ങളെ ഉയർത്തി വാ തുറന്ന ആ വിഷയങ്ങളെ ദൈവകരത്തിൽ കൊടുത്തേ. അത്ഭുതങ്ങളുണ്ട്. മനുഷ്യനാൽ അസാധ്യം സാധ്യമാക്കുന്ന ദൈവിക അത്ഭുതങ്ങളുണ്ട്. മനുഷ്യനാൽ അസാധ്യം സാധ്യമാക്കുന്ന ദൈവിക അത്ഭുതങ്ങളുണ്ട്. ഇൻ ജീസസ് നെയിം പറ. അത്ഭുതങ്ങളുണ്ട്. പ്രാർത്ഥിക്കുക. ഉപവാസ പ്രാർത്ഥനയാ. ഇന്ന് എത്രാം ദിവസം? 19ാം ദിവസം. കമോൺ, 19ാം ദിവസം. We are approaching the closing day of this fasting prayer. പ്രാർത്ഥിക്കുക. ചുമ്മാ പ്രാർത്ഥനയല്ല. ആ കഠിന വിഷയം അതിന് ഒരു ബ്രേക്ക് ത്രൂ ഉണ്ട്. അതിനൊരു വിടുതലുണ്ട്. ചരിത്രമാകട്ടെ. പറഞ്ഞേ. നിന്റെ സ്വപ്നം മരിച്ചിട്ടില്ല. നിന്റെ ദർശനം മരിച്ചിട്ടില്ല. നിന്റെ യോസെഫ് മരിച്ചിട്ടില്ല. ആരാ പ്രാർത്ഥിക്കുന്നേ? നിന്റെ യോസെഫ് മരിച്ചിട്ടില്ല. യെസ്. നിന്റെ യോസെഫ് മരിച്ചിട്ടില്ല.
ഇത് വെറും ഒരു ആരംഭമാണ്. ഇന്ന് വൈകിട്ട് ആ ഓൺലൈനിൽ വാച്ച് ചെയ്യുന്ന ബാംഗ്ലൂർ നിവാസികൾ മുഴുവൻ ഈ ഹാളിൽ ഉണ്ടായിരിക്കണം. ഓഫീസിലിരിക്കുന്ന എല്ലാവരും ഈ ഹാളിൽ ഉണ്ടായിരിക്കണം. നിന്റെ ലോക്ക്ഡൗൺ കഴിഞ്ഞു, നിന്റെ ലോക്ക്ഡൗൺ കഴിഞ്ഞു. ജനം കടന്നു വരട്ടെ, ജനം കടന്നു വരട്ടെ. ഷിഫ്റ്റ് ആരാധനകൾ ഈ ഓഡിറ്റോറിയത്തിൽ അടുത്ത ഞായറാഴ്ച മുതൽ ഉണ്ടാകട്ടെ. ഷിഫ്റ്റ് ആരാധനകൾ. അതിനാ ദൈവം എന്നെ അയച്ചേ. യെസ്, ദ ലോർഡ് ടോൾഡ് മീ. അതിനാ ദൈവം എന്നെ അയച്ചേ. ഐസ് പൊട്ടിച്ച് ഒരു കപ്പൽ മുന്നോട്ട് പോകുന്നത് പോലെ എന്റെ സഭയെ ഞാൻ മുന്നിലേക്ക് നയിപ്പാൻ ഒരു ഐസ് ബ്രേക്കറായി ഞാൻ നിന്നെ അയക്കും. അതാ ദൈവം എന്നോട് പറഞ്ഞേ. Come on, ശക്തിയോടെ come on, മുന്നോട്ട്. അസാധ്യങ്ങൾ സാധ്യമാകട്ടെ. പാസ്റ്റങ്ങളെ, ഞാൻ കേട്ടിട്ടുണ്ട് 17-ാമത്തെ വയസ്സ് മുതൽ അല്ലേ സുവിശേഷം പറഞ്ഞു തുടങ്ങിയേ. 12-ാമത്തെ വയസ്സ് മുതൽ. എത്ര വയസ്സായി വർഷമായി? 63 വർഷമായി. എനിക്ക് അത്രയും പ്രായമല്ല, ഞാൻ ചെറുപ്പം. പക്ഷേ ഈ 63 വർഷം കൊണ്ട് എത്ര ആയിരങ്ങളെ നേടി, എത്ര പേർ അനുഗ്രഹിക്കപ്പെട്ടു നമുക്കറിയത്തില്ല. ഭൂമിയിൽ നിന്നാൽ കാണാൻ പറ്റത്തില്ല. പക്ഷെ നിത്യതയിൽ ചെല്ലുമ്പോഴേ അത് വെളിപ്പെടുത്തുള്ളൂ. തമ്പുരാൻ പറയും, ഞാനും എൻ്റെ പ്രയത്ന ഫലം കംപ്ലീറ്റ് കണ്ടിട്ടില്ല. യേശു കർത്താവ് പറയും. യേശു കർത്താവും തൻ്റെ പ്രയത്ന ഫലത്തിൻ്റെ പൂർണ്ണ ചിത്രം കണ്ടിട്ടില്ല. എന്നാൽ കർത്താവിൻ്റെ വരവെങ്കിൽ സഭ ഗ്യാദർ ചെയ്യുമ്പോഴാണ്, മരിച്ച വിശുദ്ധന്മാർ ഉയർക്കുമ്പോൾ, ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടുമ്പോൾ, അപ്പോഴാണ് ആ പൂർണ്ണ പ്രയത്ന ഫലം കർത്താവും കാണുന്നത്. മനസ്സിലാകുന്ന ആമേൻ പറഞ്ഞേ. അക്കൂട്ടത്തിൽ മേ ബി ഞാനങ്ങ് ചിന്തിച്ചു പോകുക, അക്കൂട്ടത്തിൽ ഒരാൾ വന്നിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്, എന്നെ മനസ്സിലായ ഞാനാണ് അവനെ അറസ്റ്റ് ചെയ്ത്, ഞാനാണ് അടിക്കാൻ ഓർഡർ ഇട്ടെ, ഞാനാണ് അവനെ ക്രൂശ് ചുമപ്പിച്ച് കൊണ്ടുപോയേ. അവൻ പറയും, ഞാനാണ് നിന്നെ രക്ഷിക്കാൻ ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന ആ പുണ്യാഹ രക്തം നിനക്ക് വേണ്ടി ചൊരിവാൻ അവൻ്റെ കയ്യിലും കാലുകളും തുളയ്ക്കാൻ ഓർഡർ ഇട്ടത്, അടിച്ചു കയറ്റാനോ കൽപ്പന പുറപ്പെടുവിച്ച ഞാനാ. അവൻ ശിക്ഷിക്കാനല്ല വന്നത്, അവൻ രക്ഷിക്കാനാണ് വന്നത്. അവൻ രക്ഷിച്ചപ്പോ എന്നെയും കൂടെ ചേർത്ത് രക്ഷിച്ചു എന്ന് പറയാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഹോപ്പ് അതാണ്. ഏത് ഇരുട്ടറയ്ക്കകത്ത് കയറി ആത്മീയ ഇരുട്ടിൽ ഇരിക്കുന്നവനെയും എൻ്റെ കർത്താവിന് രക്ഷിപ്പാൻ കഴിയും. ആ പിള്ളേരെ ദൈവവേല ചെയ്യും. ആ പിന്മാറ്റത്തിൽ പോയ ആ മോൻ പാസ്റ്ററാകും. അവൻ സുവിശേഷ വേല ചെയ്യുന്നത് മാതാപിതാക്കൾ കാണും. യേശുവിൻ്റെ നാമത്തിൽ ആരെയും വിടുവിപ്പാൻ കർത്താവിന് കഴിയാം. ഏത് വ്യക്തിയെയും രക്ഷിപ്പാൻ കർത്താവിന് കഴിയാം.